ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ അവാർഡ്സ് 3 ലക്ഷം രൂപയുടെ ഡയമണ്ട് ബഡ്ജറ്റ് വേണ്ടിയിട്ടുള്ള വാശിയേറിയ സ്കിറ്റുകൾ മനോജ് വലഞ്ചുഴി നയിക്കുന്ന ടീമാണ് വരാൻ പോകുന്നത്. ഓരോരുത്തരോരുത്തരായിട്ട് വിളിക്കാം. മനോജ് വലഞ്ചുഴി, അജേഷ് റാണി, ബാസ്റ്റിൻ, വിഷ്ണു, സുധീഷ് പുനലൂർ ആൻഡ് സുമി. ആ ബസ്സിൽ വന്ന് കേറണേ എല്ലാരും. എന്തുവാ ഇത് നേരത്തെ പെട്ടെന്ന് കേറാനുള്ള ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്. എടി വേണ്ട നിന്റെ പൂ ഒന്ന് നേരെ ഇട്ടടി. ആ പെണ്ണ് ചെറുക്കനും അവിടെ പെട്ടെന്ന് ഒന്ന് വണ്ടി കയറാൻ നോക്ക്. ആ ഡ്രൈവർ എവിടെ പോയി കിടക്കുന്നത്? 3:30 പെണ്ണിന് കാലെടുത്ത് വെക്കണം. എന്റെ തോളത്തോട്ടാന്നോ? അതല്ലെന്ന് 3:30 വീട്ടിൽ കാലെടുത്ത് വെക്കണോ. വണ്ടി വിടാൻ നോക്കണേ. വണ്ടി വിടാന്ന് പറയാ. അമ്മേ 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 ഒന്നിങ്ങോട്ട് വാ. അമ്മേ ഇങ്ങോട്ട് വാ, എനിക്ക് പോവാൻ സമയമായിമ്മേ. വരുവാ എന്റെ മോളെ പോയിട്ട് വാ കേട്ടോ. അമ്മായിമ്മ എന്തേലും പറയും. ഓ ഞാനൊന്നും പറയത്തില്ലമ്മേ. ഒറ്റയടി വെച്ച് തന്നോണ്ടല്ലോ, അങ്ങനെയാണല്ലോ ഞാൻ നിന്നെ പഠിപ്പിച്ചത്. ജില്ലെന്ന് പറഞ്ഞ അങ്ങോട്ട് നിൽക്കണം. കഷ്ടപ്പെട്ട് വളർത്തിയതാ. അവിടെ എങ്ങനെയാലും നീ പിടിച്ചങ്ങ് നിന്നേക്കണം. നിക്കും. വൈകിട്ട് ഞാനും ചേട്ടനും കൂടെ അങ്ങോട്ട് വരും. അച്ചച്ചിയും കൂടെ മോളെ കാണാൻ വരും. എന്തോ ഞാൻ ഇപ്പോഴില്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അതൊരു ചടങ്ങ്. അടുക്കള കാണാൻ നിന്നെ കാണാൻ വരണോ? അങ്ങനെയാ. വണ്ടി എടുത്തോ. പോയിട്ട് വാ മോളെ, പോയിട്ട് വാടി. ഇതെന്തോ കാണിക്കോ നിങ്ങള്? നിനക്ക് ചില്ലേ കൂടെ കയറാക്കി എനിക്ക് വടത്തേ കൂടെ കയറാം. ഞാൻ ചില്ലേ കൂടെ കയറിയതല്ല. എന്റെ കുഞ്ഞു പോയതിന്റെ സങ്കടം എനിക്ക്. എന്റെ കുഞ്ഞിനെ പെമ്പിള്ളാര് വലുതായ കല്യാണം കഴിപ്പിച്ചയക്കും. അത് അച്ഛനമ്മമാർ ഉത്തരവാദിത്ത. നമ്മളെ നന്നായിട്ട് ചെയ്തിട്ടില്ല, പിന്നെ നീ എന്തിനു കരയുന്നു? എങ്ങനെ കരയാതിരിക്കും? ഞാൻ അവിടെ ഒരു പെറ്റ തള്ളയല്ലയോ. ഇന്ന് രാവിലെ വരെ അവള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് വയ്യ. കൊച്ചു വീട്ടിൽ ചെന്ന് റിമോട്ടിന് അടി ഉണ്ടാക്കുമെന്നൊക്കെ എനിക്ക് പേടിയാണ്. അവള് ഭർത്താവിന്റെ അടുത്തോട്ടല്ലേ പോയത്? സമ്മാനപ്പെട്. നമ്മുടെ ഉത്തരവാദിത്തം നമ്മള് നിറവേറ്റിയില്ലടി. കരയാതെ സമ്മാനപ്പെട്ടിരിക്കും കേട്ടോ. ചുമ്മാ കരയുന്നു. എന്നോട് കള്ളം പറഞ്ഞല്ലോ കൊച്ചു പോകുന്നതിന് നിങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്, എനിക്കറിയാം. കൊച്ചു പോയതിന് കറഞ്ഞല്ല, പിന്നെ കല്യാണത്തിനുണ്ടാക്കിയ കടം എങ്ങനെ വീട്ടുമെന്ന് ഓർത്ത് അയ്യാ. ഇപ്പോഴാണ് ആലോചിക്കുന്നത് കല്യാണത്തിന് കടം ഞാൻ എങ്ങനെ വീട്ടുമെന്ന്. ആ കാലത്ത് ഉണ്ടാക്കി വെക്കണമായിരുന്നു. ഒരു പെങ്കൊച്ചിനെ അയച്ചല്ലയോ. നിങ്ങളൊരു തന്തയാണോ? ആ പെണ്ണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോ നിങ്ങൾ എന്തോ കൊടുത്തായിരുന്നു. ഞാൻ ടാറ്റ കൊടുത്തായിരുന്നു. അയ്യോ, ഒരു തന്തയ്ക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാ. പെങ്കൊച്ചിന് 18 വയസ്സായപ്പോ മുതൽ എന്റെ തല തീയച്ചി. പെണ്ണിന്റെ നിശ്ചയം ഞാൻ നടത്തി. പറമ്പിൽ കിടന്നുള്ള ഉജാലക്കുപ്പി മൊത്തം വിറ്റ് പറിക്കാൻ ഞാൻ പൈസ ഉണ്ടാക്കിയത് അറിയാമോ? കൊടുത്തു. ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണിക്കുട്ടിന് വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഉജാലക്കുപ്പി എടുത്ത് കൊടുത്തു. ആ ചെറുക്കൻ എനിക്ക് കപ്പലിൽ ഉണ്ടായി തരത്തില്ല. എനിക്ക് ഉണ്ണിക്കുട്ടന്റെ ഉജാല വണ്ടി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. എനിക്കറിയാവുള്ളൂ. അവളെ പറഞ്ഞു വിട്ടെങ്കിൽ എനിക്ക് സങ്കടമാ. എന്നാ ഒരു കാര്യം ചെയ്യാം. നമ്മൾ എന്തായാലും ആയിട്ട് അടുക്കള കാണാൻ പോകുമല്ലോ. ഞാൻ അവളെ വിളിച്ചോളിഞ്ഞ് വരാം. എന്നിട്ട് ആ വഴി അങ്ങ് പൊക്കോണം. അവളോ? നിങ്ങള് ഇവിടെ മനുഷ്യ പട്ടിണി കിടന്ന് മണ്ണുവാരത്തി നിന്നൊക്കെ കൊച്ചിനെ അയച്ചു വിട്ടു. അങ്ങോട്ട് മൾട്ടിപ്പിൾ ടാലന്റ് പേഴ്സൺ ആണല്ലോ നീ. എന്തുവാ തല തീയരിക്കും മണ്ണ് വാരി തിന്നും കൈകുത്തി നടക്കാൻ പറ്റുമോ? മുട്ടാനിട്ടോട്ടം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെത്താൻ ഇവിടെ കൈകുത്തി അങ്ങ് നടക്കും. നീ തരും, മുട്ടുകാലിന് തരും നീ. കാരണം നിനക്ക് എന്നെ വിലയില്ല. ഉണ്ടായിരുന്നു, ലേശം വില ഉണ്ടായിരുന്നു. നമ്മുടെ കല്യാണം എന്ന് കഴിഞ്ഞോ അന്ന് ഞാൻ ആ വില അങ്ങ് കളഞ്ഞു. അതിനകത്ത് പ്രൈസ് ടാഗ് ഞാൻ അങ്ങ് ഇളക്കി കളഞ്ഞു. ഒരുമാതിരി 50 രൂപയുടെ സാധനത്തിന് 250 രൂപയുടെ MRP ഇട്ട് മനുഷ്യനെ പറ്റിക്കാനൊക്കെ. എന്താ കണ്ണം വീഴ്ചോണ്ട് നിൽക്കുവാ? വൈകിട്ട് കൊച്ചിന്റെ വീട്ടിൽ പോവാ. എന്തെങ്കിലും കൊടുക്കട്ടാ കാണപ്പെടുന്നത്. ഞാൻ ആ രാജേന്ദ്രന്റെ ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഒരു കണ്ണാടി അലമാരി സെറ്റ് ആക്കിയിട്ടുണ്ട്. അന്നും പോരാ, നമ്മുടെ കൊച്ചിന് നല്ലൊരു കാണപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. അവൾ അവിടെ കിടന്ന് കഷ്ടപ്പെടരുത്. ഒരു വാഷിംഗ് മെഷീൻ അങ്ങ് മേടിച്ചു കൊടുത്താൽ എന്താ? താലികെട്ടിന് മുമ്പ് നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ കൊച്ചി ഇപ്പോഴും ഇവിടെ നിന്നേനെ. വാഷിംഗ് മെഷീൻ നിന്റെ വായിക്കകത്തിട്ട് തരാ. തുണി ഇത്ര സോപ്പ് പൊടി വാഷിംഗ് മെഷീനകത്തിട്ട് അലക്കുകയും തരും. എടി വാഷിംഗ് മെഷീൻ എന്റെ കൊച്ചിന് എന്താ കൊടുത്താലും എനിക്ക് മതിയാവത്തില്ലേ. ഇലൂഷൻ അബ്രാകഡബ്ര. അവള് നല്ലപോലെ അവിടെ നിക്കുമോ? പിന്നെ അവള് നിക്കുമെന്ന് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്നോളൂ അവൾ അവിടെ. സ്വഭാവം നിങ്ങളുടെ അതുകൊണ്ടാ ചോദിച്ചത്.
ഞാൻ ആരെയൊക്കെ സമാധാനപ്പെടുത്തണം. മോനെ ദാ, അടങ്ങിയിരി, കരയാതെ. എടാ കല്യാണം കഴിഞ്ഞ് പോയല്ലേ, എപ്പോ വേണേലും പോവാല്ലോ നമുക്ക് അങ്ങോട്ട്. കരയാതെടാ. എടാ ഇങ്ങോട്ട് നോക്കിക്ക്. അവള് കരയുന്നതേ കൊച്ചിന്റെ തള്ള അവളാ. നീ എന്തിനു കരയുവാ? നീ ഏതാ? നീ ഇങ്ങോട്ട് വന്നേ ചേട്ടാ. ഏതാടി? നമ്മുടെ കൊച്ചിന്റെ ബെസ്റ്റ് വല്ലതും ആണോ? പോഴത്തരൊന്നും നമ്മുടെ കൊച്ചി ചെയ്യത്തില്ല. ആരാന്ന് ചോദിച്ചേ? എടാ ആരാടാ നീ? ഞാന് ചെറുക്കൻ്റെ കൂടെ വന്നതാ. ചെറുക്കം കൂട്ടരൊക്കെ പോയല്ലോ തിരിച്ച്. നീ എന്താ പോഞ്ഞ്? എനിക്ക് ഈ പ്രഥമം ഭയങ്കര ഇഷ്ടമാ. ഇവിടുന്ന് മുഴുവൻ പ്രഥമനും അടിച്ചു കയറ്റിട്ട് ഞാൻ ആ കസാരയുടെ ചോട്ടി കിടന്ന് ഉറങ്ങിപ്പോയി. അവര് വണ്ടിയും വിട്ടോണ്ട് അങ്ങ് പോയി. അവനോട് ഇത്രേ ഇഷ്ടം തോന്നാൻ നിന്നെ ഉരുളികമത്തി കിട്ടിയാന്നോടാ നിന്നെ? മാമി എനിക്ക് പോണം മാമി. മാമി എന്നെ കൊണ്ടുവിടും മാമി. മാമ എന്നെ കൊണ്ടുവിടും മാമ. നീ ചെറുക്കന്റെ ആരായിട്ട് വരും? ഞാൻ ചെറുക്കന്റെ അപ്പച്ചിയുടെ മോനായിട്ട് വരും. പിന്നെ പിന്നെ ഞാൻ മോഹൻലാലായിട്ട് വരും. ഞാനാണ് പ്രകൃതമായിട്ട് വന്നോ. എന്നെ കൊണ്ടുവിടും. തുള്ളാതെ വൈകുന്നേരം ഞങ്ങൾ ചെറുക്കന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അന്നേരം നിന്നെ കൊണ്ടുപോകാം. അതൊക്കെ പോട്ടെ. വൈകിട്ട് എന്തിനാ ചെറുക്കന്റെ വീട്ടിലോട്ട് പോകുന്നേ? അടുക്കള കാണാൻ. അയ്യേ, അവരുടെ അടുക്കള കാണാൻ മാത്രം ഒന്നുമില്ല. ഞാനെപ്പോഴും കയറി എടുക്കുന്ന അടുക്കളയല്ലയോ. എടാ ചെറുക്കൻ, നിനക്ക് അത്ര നെഹളിപ്പായിരുന്നെങ്കിൽ ആ ചെറുക്കനും പെണ്ണും പോയ കാറിന്റെ പുറകിൽ നിനക്ക് പോയിക്കൂടായിരുന്നോ? എന്റെ ദൈവമേ, ചെറുക്കനും പെണ്ണും കാറി കയറി പോയപ്പോ ഞാൻ പുറകെ ഓടി ചെന്നതാ. അപ്പൊ എന്നെ തട്ടി മാറ്റിക്കൊണ്ട് ഒരു അപ്പൂപ്പൻ കാറെ ഞാൻ നടന്നിങ്ങനെ പോയി. ആ ഈ അപ്പൂപ്പൻ ഓറഞ്ച് ഡ്രസ്സായിട്ടത്, ഓറഞ്ച് കുർത്ത പോലത്തെ ഒരു ഷർട്ട്. അയ്യോ, നമ്മുടെ അമ്മാവൻ ഇത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അതാണ് അമ്മാവോ, അമ്മാവൻ എന്തിനാ കാറിന്റെ പുറകെ ഓടി? നമ്മൾ വൈകിട്ട് അങ്ങോട്ട് പോകാൻ. ഞാൻ കാറിന്റെ പുറകെ ഓടിയതല്ല. പിന്നെ അവസാനം ഞെറുക്കത് ഞാൻ കൈ കൊടുത്തപ്പോ ഡോർ കൂട്ടി അടച്ച് എന്നെ അങ്ങോട്ട് പോയി. സാരത്തുമ്പ് കിടന്ന് പറക്കുന്ന പോലെ ഞാൻ കിടന്ന് പറക്കുക. ഒടുവിൽ മണ്ടമേറ്റ് വന്നിട്ട് വണ്ടിയെ കയറി ഞാൻ ഇനി പോന്നു. അത് ശരി. പിന്നെ സാമുദായികപരമായിട്ട് പറയാത്തേക്ക് നമ്മുടെ കല്യാണം കേൾക്കുന്നുണ്ടായിരുന്നു. കല്യാണമൊക്കെ നന്നായിരുന്നു. ആ സമുദായത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ സമുദായത്തിന്റെ ജോയിന്റ് പ്രസിഡന്റ് സെക്രട്ടറി അല്ലേ, അതുകൊണ്ട് ആ കല്യാണം നല്ല ഭംഗിയായിട്ട് നടന്നത്. സത്യം പറയാലോ, താലികെട്ട് സമയത്ത് അമ്മാവൻ മുമ്പിൽ നിന്നത് കൊണ്ടാണ് എല്ലാം ഭംഗിയായിട്ട് നടന്നത്. അല്ലല്ല, പുറകിൽ നിന്നവർക്ക് കാണാഞ്ഞത്. എന്തോരം ചീത്ത എന്നെ വിളിച്ചെന്നറിയാം, മാറ്ററാക്കളവനെന്നും പറഞ്ഞോണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സമുദായത്തിന് വേണ്ടി ഒരു 5000 രൂപ ഫണ്ടിൽ നിന്ന് മാറ്റി വെച്ചേക്കണം. എന്താ കാര്യത്തിന് 5000 രൂപ? 5000 രൂപ സമുദായത്തിന് വേണ്ടി ഈ കല്യാണത്തിന്റെ ഭാഗം മാറ്റി തരണം. അത് വന്നേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയത് സംഘക്കാരാ. ശ്രീലങ്ക ക്രിക്കറ്റ് കളിക്കാരൻ സംഘക്കാര്? അതല്ലത്, സംഘക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കിയത്. സമുദായക്കാര്. സമുദായത്തിന് 5000 രൂപ തന്നേ പറ്റത്തുള്ളൂ. എന്റെ അമ്മ അതിനു വേണ്ടി പൈസ ഒന്നും കിട്ടിയില്ല. അതെ, അപ്പൂപ്പ എപ്പോ പോവും? 3-4 വർഷം കൂടെ കഴിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. നല്ല ആരോഗ്യമുണ്ട്. അല്ല, വേരോട്ട് കെട്ടിയെടുക്കുന്ന ആരല്ല പറഞ്ഞത്. ചെറുക്കന്റെ വീട്ടിലോട്ട് ഇനി എപ്പോഴാ ബസ്? ഇവരേതാടി കൊച്ചെ? ഇതാ ചെറുക്കന്റെ കൂട്ടത്തിൽ വന്ന ആളാ. എന്ന് പറയുമ്പോ കസിൻ. അയ്യോ, മരിക്കുന്നതിന് ഇപ്പൊ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. സട്ടം പിടിച്ചൂടേ, സട്ടം പിടിച്ചൂടേ, എന്നൂടാവ് വണ്ടി കൊണ്ടേനേ. നേരിട്ട് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആരെ? അസിനെ. ഞാൻ കസിനാന്ന്. ബന്ധുക്കാരാ? ചെറുക്കന്റെ കൂട്ടത്തിൽ എടാ, നിങ്ങൾ ചെറുക്കന്റെ കൂട്ടത്തിൽ കല്യാണത്തിന് വന്നപ്പോഴേ നീല സാരിയെ പുള്ളിയുള്ള ഒരു കക്ഷിയോടെ കാര്യം പറഞ്ഞില്ല. അതാ ചെറുക്കന്റെ അപ്പച്ചിയാ, എന്റെ അമ്മയാ. ആ, എനിക്ക് മനസ്സിലായത്. പിന്നെ അവ ഭയങ്കര എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എനിക്ക് വൈകിട്ട് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചില ജോലികളൊക്കെ ചെയ്യണം. എന്റെ അമ്മ, എന്നാ ജോലി? ഇവിടെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് നീ പറക്കി അടിക്കി മാറ്റി വെക്കണം. ഈ പറഞ്ഞ സാധനം അവിടെ എന്ന് പറഞ്ഞിട്ട് ആ ഗ്ലാസ് എല്ലാം കൂടെ പറന്നു പോയേനെ. പോയി ചെയ്യണം, പോയി ചെയ്യണം, പോയി ജോലി ചെയ്യണം. കല്യാണം കഴിഞ്ഞ് എല്ലാരും പോയി, പാചകപ്പരൻ ഇപ്പോഴും തേങ്ങ ചരണ്ടിക്കൊണ്ടിരിക്കുക. എന്താ വിഷയം? ഇവര് തമ്മിൽ എന്തോ ഉറാടെ പ്രശ്നമാണ്. അവൻ വിട്ടാലേ ഞാൻ വിടൂ. നീ വിടാ. എന്നെ വിട്ടാലേ ഞാനും വിടത്തോളൂ. എന്നാ നിങ്ങൾ എന്നോട് പരസ്പരം പിടിച്ച് ജീവിച്ചോ. എന്തുവാ പ്രശ്നം? ഞാൻ പറയാം മാമി, ഞാനാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നത്. എനിക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം കാണിക്കാറുണ്ട്. ഇത് കണ്ടോ? ആട്ടിൻ ചെവിയോ? ആട്ടിൻ ചെവിയോ? ഇതാ, അയ്യോ ഇതിലല്ല. ഇതാണ് ലിസ്റ്റ്. ഈ കല്യാണത്തിന് വഴക്കടിക്കാനുള്ള ലിസ്റ്റ്. ഞാൻ അങ്ങനെ കല്യാണത്തെ എല്ലാം വഴക്കടിക്കുന്ന ആളല്ലയോ. കല്യാണത്തിന് തലേന്നോട്ടുള്ള സകല പ്രശ്നങ്ങൾ ഞാൻ എഴുതി വെച്ചു. മെയിൻ യവന്റെ കാര്യമാണ്. ഞാനാണെങ്കിൽ നേരെ പാചകപ്പുര ചെന്ന് ആളാവാൻ വേണ്ടി നോക്കിയതും യവൻ പറയാ യവനാണ് അവിടുത്തെ ആളെന്ന്. അതും പോട്ടെ, മണ്ഡപത്തിൽ ചെന്നൊന്ന് ആളാവാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ അവിടെയും പറയാം യവനാണ് ആളെന്ന്. ഇതെല്ലാം പോട്ട് നാസരക്കാരടുത്ത് പോയി നിന്ന് ഞാനൊന്ന് ആളാവാൻ നോക്കി, അവിടെയും പറഞ്ഞു യവനാണ് ആളെന്ന്. എന്റെ പൊന്നു പൊട്ട, അതാണ് ഇവന്റ് മാനേജർ, അതാണ് ദിവൻ. യാവന്റെ മാനേജറായാലും എനിക്കെന്ത്? അങ്ങനെയല്ല, ഇവന്റ് മാനേജർ
മാനേജ്മെന്റ്. എടാ ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു വീഴ്ച വരാത്ത കാര്യങ്ങൾ പക്കയായി നടത്തുന്ന മാനേജർ. ഇന്നലെ നമ്മൾ ടീ പാർട്ടി നടത്തിയിരുന്നോ? നടത്തിയിരുന്നു. അപ്പൊ നടത്തിയോ? നടത്തി. അപ്പൊ പൊറോട്ട ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി. പൊറോട്ട ആർക്കും തികഞ്ഞില്ല. അടി ഉണ്ടാക്കാനുള്ള വകുപ്പാണ്. എങ്ങനെ തകയായിരിക്കും? എന്റെ പൊന്നു മാമി ഇത് കേൾക്കണം. ഞങ്ങൾ പൊറോട്ട ചുട്ടിടും ഇവൻ തിന്നും, ചുട്ടിടും ഇവൻ തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടിടും തിന്നും. അങ്ങനെ മൊത്തം ചുട്ട പൊറോട്ട തിന്ന് തീർത്തവനാണ് ഇവൻ. ആണോടാ പുഷ്പ? അമ്മ ഞാൻ മുതുകണ്ട പറഞ്ഞേട്ടോ, ചുട്ടടും തിന്നും, ചുട്ടടും തിന്നും, ചുട്ടടും തിന്നും, ചുട്ടടും തിന്നും. ഞാൻ അങ്ങനെ ചെയ്യുമോ മാമി? അതിലൊരു സത്യാവസ്ഥ ഇല്ലാതില്ല. അവൻ ചുടും നീ തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടേ. ഞാനൂടെ ചുട്ടിടും നിന്നും ചുട്ടിടും തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടിടും തിന്നും. കഴിഞ്ഞോ? തീർന്നില്ല. നാസരക്കാര് താലി കെട്ടുമ്പോ ഏത് പാട്ടാണ് വായിക്കണത്? കല്യാണ കച്ചേരി. ആണോ? അതാ എവന്റെ നാസരക്കാര് വായിച്ചെന്തോറിയോ? കെട്ടിപ്പൂടി കെട്ടിപ്പൂടി എടാ, ആ പാട്ട് തന്നെ പാടിയുള്ളത് നിനക്ക് എന്ത് ഉറപ്പ്? നീ ഈവന്റ് മാനേജ്മെന്റ് കാര്യം ശരിയാ. പക്ഷെ നാസരത്തെ പറ്റി നീ അവനെ പഠിപ്പിക്കണ്ട. അവനറിയാം, ഞങ്ങളുടെ തറവാട്ടുകാർക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് എനിക്കും അറിയാം. ഇല്ലമ്മോ? എനിക്കറിയാം നാസറിനെ പറ്റി. പിന്നെ എനിക്കറിയാം. നാസർ കച്ചേരിക്കാരൻ അവിടെ പി ഞാൻ നടക്കുന്നുണ്ട്. നീ പറഞ്ഞത് ഒരു മുറിവീട് എനിക്ക് തരാമോന്ന്. അടിക്കണ വകുപ്പില്ലല്ലേ? കറിയൊന്നും ജമോണ്ടാക്കിയ കറിയും ഒന്നിനും കൊള്ളില്ല. 8 കൂട്ടം കറി ഉണ്ടായിരുന്നു. അത് തിന്നവര് 10 കൂട്ടം തെറിയും വിളിച്ചോണ്ടാ ഇവിടെ ഇറങ്ങിപ്പോയത്. അവിയല് വായി വെക്കാൻ കൊള്ളായിരുന്നോടാ. അവിയൽ എന്തായിരുന്നു കുഴപ്പം? മാമി അവിയൽ എന്തായിരുന്നു കുഴപ്പം? നീ എന്നെ മാമിന്ന് വിളിക്കരുത്. ആൾക്കാർ കൂടെ നിൽക്കുമ്പോ നീ എന്നെ മാമിന്ന് ഒറ്റ കിട്ടുമ്പോ മോളെ എവിടുത്തെ വിചാരം? മാമി പശുവും ചത്തു, മോരിന്റെ പുളിയും പോയി. എന്താണ് പ്രശ്നം? നീ കല്യാണമായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ വന്നിട്ട് പശുവിനെ കൊന്നുകൂടി. ഞാൻ ഒറ്റ ഒരാളല്ലേ ഉള്ളായിരുന്നു. അവിടെ നിൽക്കണം, വീട്ടിൽ നിൽക്കണം, മണ്ഡപത്തിൽ നിൽക്കണം, ഓഡിറ്റോറിയം നിൽക്കണം. നിനക്കാൻ പറ്റിയില്ല. തണലത്ത് ഞാൻ അയച്ചു കെട്ടുന്നായിരുന്നു. അയ്യോ നമ്മുടെ എന്റെ കണ്ണും കയ്യും എല്ലാവർക്കും ഇത്ര ബഹളം. എടാ പശുവും ചത്തു, മോരിലെ പുളി പോയെന്ന് അതിന്റെ പേരിലുള്ള വിഷയമായിരുന്നു. അതൊരു പരത്തില്ല. നമ്മൾ കിടന്ന് രാവിലോട്ട് കിടന്ന് പണിയല്ലേ? അടിക്കാൻ വല്ല സാധനം വേണം. അവൾ അറിയരുത്. നീ പോയി ഒരു ചെറുത് എടുത്തോണ്ട് വാ. ഇതേ ചെറുതാണ്, ഇനി ഇതിന്റെ ചെറുതി എടുത്തോണ്ട് പറഞ്ഞു. പൈന്റ് വെള്ളം അടിക്കുന്നോ? എന്നെ കൂടെ കൂട്ടു. വരുമ്പോ ഞാനും മേടിച്ചു തരാം. സത്യമായിട്ടും എന്താ ചർച്ച? എന്താ പിള്ളേരൊക്കെ കല്യാണത്തിന് സഹകരിച്ച് കഷ്ടപ്പെട്ടൊക്കെ നിൽക്കല്ലേ, ദേഹവേദനയൊക്കെ മാറ്റാൻ എനിക്കൊരു ചെറുത് തരാമോ? ചെറുതോ? എന്തോ അവിടെ എന്തോ ഇവിടെ എന്തോ ഒരു ഗൂഢാലോചന. ഈ പിള്ളേർ കുടിക്കാനുള്ള പ്ലാന്. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു മംഗളാർമ്മം കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും ചടങ്ങ് ബാക്കി കിടക്കുക. ചെറുക്കന്റെ അടുക്കള കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുടിക്കോ വലിക്കോ എന്തുവാന്ന് വെച്ചാൽ ചെയ്യോ. അടിയിലൊന്ന് എഴുതി കാണിച്ചേക്കണം നിയമം എടുത്തു. എന്തുവാന്ന് വെച്ചാൽ ചെയ്തോ. ഇപ്പൊ ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വല്ല ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യ്. ഞാൻ പാടും. ഞാൻ തുടങ്ങട്ടെ. എല്ലുള്ളേരി എല്ലുള്ളേരി മാലിനഗേരേ ഇരട്ടുപെട്ടേ തുണ്ടുമയ്യേ മാറിനഗേരേ എല്ലുള്ളേരി എല്ലുള്ളേരി മാറിനഗേരേ ഇരട്ടുപെട്ടേ തുണ്ടുമയ്യേ മാറിനഗേരേ താനെ താനാനെ താനാനെ തന്നെ താനെ താനാനെ താനാനെ താനെ താനാനെ താനാനെ തന്നെ താനെ താനാനെ താനാനെ തന്നെ താനെ. എന്റെ ദൈവമേ, സംഭാവന പിരിഞ്ഞു കിട്ടിയ പൈസയിൽ കുറച്ച് കാണാനുണ്ടല്ലോ. അടുത്ത് നിൽക്കുന്നത് മൊത്തം വേണ്ടപ്പെട്ടവരാ. ഞാൻ എങ്ങനെ ചോദിക്കൂ? അതെ, സംഭാവന പിരിച്ചു കിട്ടിയ പൈസ ഞാൻ ഈ ബാഗിനകത്ത് വെച്ചതാ. അതിന് പൈസ കുറച്ച് കാണാനുണ്ട്. വള്ളിക്കോട്ടിന് എപ്പോഴാ ബസ്സുള്ളേ? ഇന്ന് ഹർത്താല. കേട്ടായിരുന്നോ ഞാൻ പറഞ്ഞത്? നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബന്ധുക്കളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഓഹോ, ഇതിന്റെ മണ്ടയ്ക്ക് 2-3 ഓലമടല് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു വിറക് വരെയായിട്ട് ഉപയോഗിക്കാം.
എന്റെ സ്വഭാവം മാറ്റിക്കരുത്. ആരാ പൈസ എടുത്തെന്ന് വെച്ചാൽ അത് തെളിയിക്കാനുള്ള വകുപ്പ് എനിക്കറിയാം. ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ മോടെ കല്യാണം ഇവിടെ വളരെ ഭംഗിയായിട്ട് നടന്നു. നമ്മളെല്ലാ ബന്ധുക്കാരും ഇവിടെ ഒന്ന് സഹകരിച്ചു. നിന്റെ പൈസ കാണാതെ പോയെന്ന് പറഞ്ഞിട്ട് ഈ ബന്ധുക്കാരെ സംശയിക്കുന്നത് വളരെ മോശകരമായിട്ടുള്ള സാമുദായികപരമായിട്ട് നോക്കുമ്പോൾ അത് നിയമവിരുദ്ധമായിട്ടുള്ള സംസാരമാണ് നിന്റെ ഈ വായിന്ന് കേൾക്കുന്നത്. സാമൂഹികപരമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ബാഗ് വെച്ചെടുത്ത് CCTV ക്യാമറ ഉണ്ടായിരുന്നു. എനിക്ക് 2 മുറുക്കാൻ വാങ്ങിക്കാൻ 3000 രൂപ എടുത്തായിരുന്നു. വഴക്കടിക്കാൻ പേപ്പറും പേനയ്ക്കും ഒരു 2000 രൂപ. മാമി ഈ കോട്ടിന്റെ വാട കൊടുക്കാൻ വേണ്ടി 2000 രൂപ. വീട്ടിൽ പോവാൻ വണ്ടിക്കൂലില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത 2000 രൂപ. ഇനി 1000 രൂപ കാണാനുണ്ട്. ഇനി 1000 രൂപ കാണാനുണ്ടെന്ന്. ഒരു 1/2 ലിറ്റർ വാങ്ങിക്കുന്നത്. പെരുങ്കള്ളനും വീട്ടുകള്ളനും കൊള്ളക്കള്ളനും എല്ലാരും സത്യം പറയാലോ. വീട്ടിലൊരു മംഗളകർമ്മം നടത്തുവാണെങ്കിൽ ഇതുപോലുള്ള വിശ്വാസവഞ്ചന കാണിക്കുന്ന ബന്ധുക്കളെ വിളിക്കരുത്. അതാ ചെയ്യേണ്ടത്. ഈ നേരത്തെ എന്നോട് എന്താ പറഞ്ഞത്? Behind Harmondbury. Now Dilpreet gets those legs. Offering the ball to Gerrard, and he just flashes one wide. Welsh back into Belts. That was really good. And it snuck in. And Maria was there. That time, thwacks it onto the backboard. And it's one apiece. And then Preet is at it again. Well, he did that against Germany. On the സത്യം പറയാമല്ലോ, നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ആരോടല്ല എവിടെയെല്ലാം മത്സരിച്ചാ പറ്റും. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരയുടെ വിഷു നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് അവാർഡ്സുകൾ അവരെ റെക്കഗ്നൈസ് കൂടെ ചെയ്യുന്നുണ്ട് ആസിക. അപ്പം ഇപ്പൊ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ബെസ്റ്റ് പെർഫോമർ. ചേട്ടാ ആരാന്ന് പറഞ്ഞോ? And the prize for the best performer goes to Manoj Valanchuri. ഭയങ്കര സന്തോഷമുണ്ട്. ഈ വേദിയിൽ വന്ന് ഒരുപാട് പേരെ ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ അർജുൻ സാറിനോടാണ്, പിന്നെ ഫ്രീഡം നായർ സാറിനോട്, പിന്നെ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഇത്രയും വരെ എത്തിച്ചതിന്. ഇനി ഞങ്ങൾ ചിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര സന്തോഷമുണ്ട്. ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സ് ബെസ്റ്റ് വേഴ്സറ്റൈൽ ആക്ട്രസിനുള്ള അവാർഡാണ്. പക്ഷെ ടഫ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എന്ത് ചെയ്യും ചേട്ടാ? ഓക്കെ, അത് 2 പേര് വിജയിച്ചിരിക്കുകയാണ്. തുല്യ മാർക്കുകൾ നേടി 2 പേര് വിജയിച്ചിരിക്കുകയാണ്. ബ്രാക്കറ്റഡ് ആണ്. ആൻഡ് who are all sharing this prize, that is Sumi and Deepthi. Let's welcome Sumi and Deepthi. നമ്മൾ ആരാധനയോടെ കണ്ട് സിനിമയിലൊക്കെ കണ്ട് ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് അവാർഡ് വാങ്ങിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് ഫ്ലവേഴ്സ് ടിവിയോടും ഞങ്ങളുടെ അർജുൻ സാറിനോടും ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ. ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ നിൽക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ ഒരു ഫ്ലോറിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ, നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ക്യാരക്ടറുകൾ ചെയ്യിപ്പിക്കാൻ എല്ലാം നമ്മുടെ ഗ്രൂമേഴ്സും നമ്മുടെ കൂടെയുള്ള ചേട്ടന്മാരും മറ്റുള്ള ആർട്ടിസ്റ്റുകളും അവരുടെ ഒരൊറ്റ മികവ് കൊണ്ടാണ് ഞങ്ങൾ 2 പേരും ഇവിടെ നിൽക്കുന്നത്. അതിന് എല്ലാവരോടും നന്ദി പറയണം. അർജുൻ സാറിനോട് പ്രത്യേകം നന്ദി പറയണം. പിന്നെ ഇത് ഏറ്റവും വേറെയുള്ള എല്ലാവരോടും, ശ്രീകണ്ഠ സാറിനോട് എല്ലാവരോടും നന്ദി പറയണം. ഞാൻ സന്തോഷം വരുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും, പക്ഷെ സങ്കടം വരുമ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ ഞാൻ സങ്കടപ്പെട്ട് നിന്നൊരവസരത്തിൽ എൻ്റെ കൂടെ നിന്നവരാണ് ഇത് ഏറ്റവും വേറെ ഫാമിലിയിൽ എല്ലാവരും. എൻ്റെ അമ്മ പോയപ്പോൾ എൻ്റെ കൂടെ നിന്ന് എന്നിപ്പോൾ ഇങ്ങനെ നിർത്തിയത് തന്നെ ഇത് ഏറ്റവും വേറെയില്ല. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദീപ്തി. ഇവിടെ തീർച്ചയായിട്ടും ഈ അവാർഡൊക്കെ ലഭിക്കുമ്പോൾ പലർക്കും പലതാണ് പറയാനുണ്ടാവുക. ഇവിടെ ദീപ്തി പറഞ്ഞത് കണ്ടില്ലേ, അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഈ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്നത് ആ മാതാവ് തന്നെയാണ്. അപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ദീപ്ത സ്മരണകളാണ് ദീപ്തിയെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഒന്നും മറക്കുന്നില്ല ദീപ്തി.
കഴിഞ്ഞതൊക്കെ ഓർക്കുന്നു. ഇനിയും ആ ഓർമ്മകളുടെ ആ നിറവിൽ മുന്നോട്ട് നയിക്കട്ടെ ദീപ്തിയുടെ കലാജീവിതം. ഓക്കെ, താങ്ക് യു ദീപ്തി, താങ്ക് യു സുമി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഏറിൽ നമ്മുടെ ഐറ്റം അടുത്ത ഐറ്റം ഇറക്കിയാലോ? ആസിക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം, സ്പെഷ്യൽ സാധനം. അതെ, ഒരു വിഷു കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ആസിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നിട്ടുണ്ട്. ആസിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ആളെ വിളിക്കാം, എന്താണ് ഡെഡിക്കേഷൻ എന്നുള്ളത് ആളോട് ചോദിക്കാം. ഓക്കെ, നല്ല പേരാട്ടോ പുള്ളിയുടെ. എന്താ പേര്? ലെറ്റ്സ് വെൽക്കം അഖിൽ. അഖിൽ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. അഖിലെ വെൽക്കം. ആസിക്ക് ഇരിപ്പുണ്ട്. ആസിക്ക് ഇപ്പൊ ഇവിടെ വരും. എന്നിട്ട് എന്താണോ കൈനീട്ടം കൊടുക്കാനുള്ളത് നേരിട്ട് ആസിക്കയുടെ അടുത്തൊന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ കുറെ നാളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങോട്ട് പറയാൻ പേടിയാ, കാര്യം അതേ ശബ്ദത്തിൽ അഖിൽ തിരിച്ചു പറയും. ആസിക്ക ഒന്ന് ഇങ്ങോട്ടേക്ക് വരാം. അഖിലേ, ഹലോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ആദ്യം എന്താണ്? ഞാനിവിടെ ഒരു സ്പോട്ട് ഡബിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ആസ്വിക്കർക്ക് വേണ്ടിയിട്ട് ഇക്കയുടെ 2 സിനിമയിലെ, ഒന്ന് സൺഡേ ഹോളിഡേ, ഒന്ന് അണ്ടർ വേൾഡ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 സീനുകൾക്ക് ഞാൻ വോയിസ് കൊടുക്കാൻ പോവാണ്. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നവർ അതിന് എന്ത് ചതിയെന്ന് പറഞ്ഞാലും നമുക്കവരെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. താലിയിട്ടാൻ കഴുത്തിട്ട് കൊടുക്കുമ്പോൾ നീ അത് ഓർത്തു. സങ്കടമുണ്ട്. എന്തെരുതി ഞാനത് വിചാരിച്ചോണ്ടിരിക്കാനൊന്നും പോകുന്നില്ല. ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ നീ എനിക്കൊരു ഓർമ്മയാ, വെറും ഒരു ഓർമ്മ. സ്റ്റാൻലി, നിന്റെ ലിമിറ്റ് എത്തിയിരിക്കുകയാണ്. നീ ഇനി എന്തെങ്കിലും ചെയ്ത പിന്നെ നീ ഉണ്ടാവില്ല. ചേച്ചി, സ്കൂൾ മുതലുള്ള ശീലമാണ്. അതിപ്പോൾ എത്ര വലിയവനാണെങ്കിലും അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിങ്ങൽ തിരിച്ചിടിക്കും. അതിനും പറ്റിയില്ലെങ്കിൽ സ്റ്റാലിൻ ജോൺ സദാശിവം പോലെ തിയേറ്ററിൽ ടിക്കറ്റ് ഇറങ്ങി നിൽക്കും. ഞാൻ ശരിക്കും ഇത് കഴിഞ്ഞ് ജിത്തു ജോസഫ് സാർ ഡയറക്ട് ചെയ്യുന്ന മിറാഷ് എന്ന് പറഞ്ഞ സിനിമയുടെ ഡബിങ്ങിനാണ് പോകുന്നത്. വിട്ടാലോ? തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ ഹാഫ് ഡേ ഞാൻ റെഡിയാണ്. നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരോടുള്ള എൻ്റെ ആരാധന പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. കാരണം എനിക്കറിയത്തേ ഇല്ലാത്തൊരു കാര്യമാണ്. ഞാൻ ആവുന്നത് പരിശ്രമിക്കും. പല ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ കുറച്ച് നേരം അങ്ങനെ ഒന്ന് സംസാരിച്ചു, ഒരു രക്ഷയില്ല. കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അത് നമിച്ചിരിക്കുന്നു സത്യത്തിൽ. അഖിൽ, ഈ പിക്ചർ ഇല്ലാതെ ഏതെങ്കിലും ആസിഫിന്റെ ഒരു പീസ് ഇവിടെ ഒന്ന് പറയാം. ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ അടുത്തിടയ്ക്ക് നമ്മൾ അഡിയോസ് അമീഗോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കുറേ കൂട്ടുകാരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ, അഡിയോസ് അമീഗോ കണ്ടു, നല്ല പടമാണ്. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് നിന്നെയൊക്കെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചു. എടാ, അതിൽ ആസിഫൊക്കെ സംസാരിക്കുമ്പോൾ നീയൊക്കെ സംസാരിക്കുന്ന പോലെയാണ് തോന്നിയത്, നമ്മളുടെ പറവൂർ സ്ലാങ്ങിലാണ് ആസിഫ്ക സംസാരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ആ ഒരു സിനിമ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ ബിചേട്ടാ നമ്മൾ പറവൂർക്കാരെ പോലെ തന്നെ ആ ഡയലോഗ് ഭയങ്കര സാമ്രാജ്യത്തിന്റെ അടിവേര് അടി. അപ്പൊ അതിലൊരു ചെറിയൊരു പോർഷൻ പറയാം. ഏയ് ബോസേ, ഞാനിങ്ങനൊന്നും അല്ലായിരുന്നു, ഞാൻ ഇതിൽ അടിപൊളിയായിരുന്നു. എന്ത് പറയാനാണ് ബോസേ, ലൈഫ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ദേ എൻ്റെ വൈഫ് ഇട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ അവൾ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ആസിഫ് ഖാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഫിലിം പ്രൊമോഷനൊക്കെ പോകുമ്പോൾ സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട്, ലൈവായിട്ട് എങ്ങനെ സംസാരിക്കുന്നു. ഹലോ നമസ്കാരം, ഞാൻ ആസിഫ് അലി. ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ രേഖാചിത്രം നിങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനി റിലീസാവാൻ പോകുന്ന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ആ സിനിമ നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എനിക്ക് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ശബ്ദവും കൂടെ ഒരു റിക്വസ്റ്റ്. കമൽ ഹാസൻ. ഓക്കെ, കമൽ സാറിന്റെ വിക്രം സിനിമയിലെ ഒരു ഡയലോഗ്.
எந்த மாதிரி நேரத்தில் வீரங்கள் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? பார்த்துக்கலாம். என்னடா தம்பி, உங்க அப்பனையும் கொண்டுட்டாங்க, என் பிள்ளையும் கொண்டுட்டாங்க, நீ நானும் தான் மிச்சம் மாரி നമുക്ക് ഒരു ടീം ആയിരலாமா? സൂപ്പർ സൂപ്പർ. ഉർവശി എന്ത് പറയുന്നു അത്? തീർച്ചയായിട്ടും കമൽ സാറിന്റെ ഓരോ കാലഘട്ടത്തിലും ശബ്ദം മാറി വരുന്നുണ്ട്. പിന്നെ വിക്രം എന്ന് പറഞ്ഞ ഈ സിനിമയിലെ ഡയലോഗ്സ് എന്ന് പറയുന്നതിനകത്ത് ആ ക്യാരക്ടറിന് മുഴുവൻ ഒരു പതർച്ചയുണ്ട്. കാരണം എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഇനി ഒന്നും ജീവിതത്തിൽ പേടിക്കാനില്ലാത്ത ഒരാളിൻ്റെ ഒരു ആ ഒരു വൈബ്രേറ്റീവ് വോയിസ് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എടുത്തു വെച്ചോ അല്ല മുമ്പ് ഉള്ള വോയിസിൽ കമലഹാസൻ ഉർവശിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അറിയാമല്ലോ, അറിയില്ലേ ആസിഫിനെ? കേട്ടിട്ടുണ്ട്. എന്താണ്? അറിയില്ല, മറന്നുപോയി. എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. വിജയ് സേതുപതി ഐറ്റമായിട്ട് விஜய் சேதுபதி. வாத்தி நான் சொல்ல போகிறது ஒன்று உனக்கு பூசில் இருந்தால் நான் சொல்கிறேன், நீ கேளு. ஐ எம் வெயிட்டிங். உங்களுக்கு 2 நிமிஷம் டைம் தரேன், முடிஞ்ச என்னை கொன்னுட்டு உங்களை காப்பாற்றுக்கோ. விக்ரம் சார் ஒரு காசு சொல்லிட்டேன் சார், ஒரு கதையில் இவன் நல்லவன் இவன் கெட்டவன் சாய்ஸ் கொடுத்தா சூஸ் பண்ணுறது ஈஸி. ஆனால் இந்த கதையில் 2 பேருமே கெட்டவன் தான். விக்ரம் சார் ஒரு காசு சொல்லிட்டேன் சார். ഇത് ഐറ്റം അല്ല, ഇവിടെ വരുന്നതല്ല ഐറ്റം വേറെ. ഈ വേദിയിൽ വരുന്ന ഓരോന്നും ഐറ്റം വേറെ. അഖിലിനെ പറ്റി 2 വാക്ക്. അല്ല, ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ ശബ്ദം അനുകരിക്കാന്ന് പറഞ്ഞത് ഏറ്റവും വലിയ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 2ാമത്തെ ചാൻസ് ആണ്. ഞാൻ 2017 സൺഡേ ഹോളിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആസിഫ് ക വന്നപ്പോൾ അന്ന് കോമഡി ഉത്സവത്തിൽ മിമിക്രി കോമ്പറ്റീഷനിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ വൈറലായി. നമ്മൾ എവിടെ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും അതിനുശേഷം തിരിച്ചറിയാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഏത് ഷോയ്ക്കും സ്റ്റേജിൽ ആസിഫ് കയുടെ വോയിസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജിൻ്റെ പിന്നിൽ കുറച്ച് ചേച്ചിമാർ മിനിമം ഒരു 4-5 പേരെന്തായാലും വരും. അവർ വന്നിട്ട് പറയാറുണ്ട്, ആസിഫ് അലി എൻ്റെ ഫേവറേറ്റ് ആണ്, അടിപൊളിയാണ്, പിന്നെ പേഴ്സണലായിട്ട് വോയിസ് ആരെങ്കിലും പറ്റിക്കാനായിട്ട് ചെയ്തു കൊടുക്കുമെന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഞാൻ ചെയ്യാറില്ല, കാരണം അതെൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അഖിലേ, ഇനി എത്രയും വേഗം ഒരുമിച്ച് അഭിനയിക്കാനും കൂടെ പറ്റട്ടെ. അപ്പം ഈ ഒരു സെഷൻ മൈൻഡ് അപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് നിങ്ങൾ 2 പേരും ഒരുമിച്ച് ഒരേ സൗണ്ടിൽ ഒരു വിശ്വാസംസ പറയാമോ? ചുമ്മാ കേൾക്കാനാ. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പൊ അഖിലിനൊരു നല്ല കൈഡി കേട്ടോ. അപ്പോൾ അഖിലെ എല്ലാവിധ ആശംസകളും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം. താങ്ക്സ് ഫോർ കമ്മിങ്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. വിഷു ആശംസകൾ എല്ലാവരുടെയും വക. താങ്ക് യു അഖിൽ. അസിക്ക, നമുക്ക് ആഭ്യന്തര കുറ്റവാളിയെ പറ്റി കുറച്ചുകൂടെ സംസാരിക്കാം. അതിന്റെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യൻസ്, അവരെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാവും. ഓക്കെ, സംവിധായകൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, സേതു പത്മകുമാർ. അദ്ദേഹം നിരവധി ചിത്രങ്ങളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറഞ്ഞ നമ്മുടെ അസീസ് നെടുമങ്ങാട് നല്ലൊരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഐറ്റം വേറെയുടെ ആള്. അതെ, ആനന്ദ് മന്മഥൻ നല്ലൊരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതനുണ്ട്. ദെൻ വിജയകുമാർ ഉണ്ട്. ഹരിശ്രീ അശോകനുണ്ട്. നായിക പുതുമുഖമാണ്, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു നായികയാണ്. ഇവരുടെ നായികയെ ഇതുവരെ സിനിമയിലല്ലാതെ രംഗത്ത് കൊണ്ടുവന്നിട്ടില്ല. അതെന്താണെന്ന് നമുക്കൊന്നും അറിയണ്ടേ? ഒരു ചേച്ചി, ഒരു സിനിമ റിലീസ് ആകുമ്പോൾ നായികക്ക് വളരെ വലിയ പ്രാധാന്യമല്ലേ ഉള്ളത്? ഉണ്ട്, പക്ഷെ എനിക്കത് പറയാനുള്ള അർഹതയില്ല. കാരണം സിനിമ റിലീസായി 2 ആഴ്ച വരെ ഞാൻ ആരെന്നേ ഓഡിയൻസിന് അറിയില്ലായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഫിലിമിന് എന്റെ ഒരു ഫോട്ടോഗ്രാഫ് പോലും വന്നിട്ടില്ല, ഒരു ഹിന്റ് പോലും ഇല്ല. ആ ടെക്നിക്കാണ് ഇവർ ഉപയോഗിക്കുന്നത്. അല്ല, മുദ്ദാനെ പിടിച്ചു എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വിശ്വാമിത്രൻ ഇരിക്കുന്നു, മടിയിലൊരു കുഞ്ഞുണ്ട്. ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുവരെ നായികയെ പറ്റി ഒന്നിട്ടില്ല. ആകപ്പാടെ വന്നൊരു പരസ്യം അതെനിക്ക് വളരെ പോസിറ്റീവായി പിന്നീട് അങ്ങോട്ടുള്ള സിനിമയിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ. കാരണം ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല, എന്തെങ്കിലും പറഞ്ഞാൽ അന്ന് തന്നെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഇങ്ങനൊരു നായികതാ വന്നിരിക്കുന്നു. സ്കൂളിൽ പോകുന്നതിനൊക്കെ പിടിച്ചോണ്ടൊന്നും സിനിമയിൽ ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ദിനത്തന്തി പത്രത്തിലെ പ്രധാനമായിട്ട് AVMന്റെ നായികയുടെ കിട്ടിയ ആദ്യത്തെ എനിക്ക് കിട്ടിയൊരു കമന്റ്. വിഷമായോ അത് കണ്ടപ്പോ? ഒട്ടും വിഷമായില്ല, വളരെ ഹാപ്പിയായി. അങ്ങനെങ്കിലും പറഞ്ഞ ആരും വിളിക്കാതിരിക്കട്ടെ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും സ്കൂളിൽ പോകണമെന്നുള്ളായിരുന്നു അന്നത്തെ ഇപ്പം ഞാൻ എൻ്റെ ദൈവത്തെ പോലെ വിചാരിക്കുന്നു എൻ്റെ ജോലി. പക്ഷെ അന്നത്തെ എൻ്റെ ഒരു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വേണം. ചില കാര്യങ്ങളൊക്കെ സിനിമയിൽ അങ്ങനെ ഒരു സസ്പെൻസ് വയ്ക്കുന്നത് നല്ലതാണ്.
കാരണം ഈ പ്രൊഫഷൻ്റെ നിലനിൽപ്പ് മാത്രമല്ല, അത് ആ ഒരു ആകാംക്ഷയല്ലേ. ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിട്ട് സ്ക്രീനിൽ ആദ്യം കാണുക, അതിനുശേഷം തീർച്ചയായിട്ടും ഈശ്വരൻ ആഗ്രഹിച്ചാൽ ഇതിൻ്റെ സക്സസ് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് ആ നായികയെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഐറ്റം വേറയുടെ വക, ഫ്ലവേഴ്സ് ടിവിയുടെ വക എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ, എന്നിട്ട് നമ്മുടെ ഐറ്റം വേറയുടെ കുടുംബത്തിൽ തന്നെ വന്ന് സക്സസ് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആഭ്യന്തര കുറ്റവാളിക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മൾ ഒരു അവാർഡ്സിലേക്ക് പോവാണ്. ഒരു ടൈറ്റിൽ കൊടുക്കാൻ പോവാണ്. ടൈറ്റിൽ ഇതാണ്, നമ്മുടെ ഐറ്റം വേറയിലെ ഏറ്റവും ജനപ്രിയ ടീം, ദ മോസ്റ്റ് പോപ്പുലർ ടീം. അതെ, അത് ആരാണെന്നുള്ളത് ഏകദേശം പറയും. ദി അവാർഡ് ഫോർ ദി മോസ്റ്റ് പോപ്പുലർ ടീം ഗോസ് ടു ടീം പത്തനംതിട്ട. ഹരി, സുജിത് ആൻഡ് രാജേഷ് കൊട്ടാരത്തിൽ. വനജ ടീച്ചറെ, ഇതിലും വലുതെന്ത് വേണം ഇനി? ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ പോപ്പുലർ ടീം അവാർഡ് ഗോസ് ടു ടീം പത്തനംതിട്ട. ഒരുപാട് സന്തോഷം. ഞങ്ങളെ ഈ ഫ്ലോറിൽ ഇത്രയും വളർത്തിയ അർജുൻ സാറിനോടും ഇവിടെ ഗ്രൂമേഴ്സിനോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഈശ്വരനോടും അതുപോലെ തന്നെ പ്രേക്ഷകരോടും നന്ദി സ്നേഹം അറിയിക്കുകയാണ്. പറയാൻ വാക്കുകളില്ല. ഇതുപോലുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകൾ കൂടെ കയറി നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കും. എല്ലാവർക്കും ഒരുപാട് നന്ദി. ജനങ്ങൾ അത്രമാത്രം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഇത് നമുക്ക് കിട്ടിയത്. അവരോടാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു നന്ദി പറയാനുള്ളത്. പിന്നെ സാറിനോട്, അർജുൻ സാറിനോട്, എല്ലാവരോടും ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഒരാളെ പോലും മാറ്റി നിർത്തി പറയാൻ പറ്റില്ല. അതുപോലെ ഒരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഇത് നമ്മുടെ കയ്യിൽ എത്തിയത്. അതിനാണ് പ്രേക്ഷകരോടും ദൈവത്തോടും നന്ദി അറിയിക്കും. ഒരുപാട് സന്തോഷവും സ്നേഹവും എല്ലാവരോടും. ഈ ഇവിടെ നമ്മൾ ചെയ്യുന്ന സ്കിറ്റുകളെല്ലാം ജനങ്ങളിൽ പ്രേക്ഷകരിൽ എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറാമാന്മാർ, ചേട്ടന്മാരും അവരോടും എല്ലാവരോടും ഒരുപാട് സ്നേഹം. പിന്നെ ഈ ഒരു അവാർഡ് നമുക്ക് കിട്ടിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ജഗദീഷ് സാറ്, ഉർവശി ചേച്ചി, അത് തന്നെ ഒരു വളരെ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. സുജിത്തിന്റെ വനജ ടീച്ചർ നമുക്കൊന്ന് കാണാം, ഈ സന്തോഷ സൂചകമായിട്ട് ഒന്ന് വിളിച്ചേ. ഓക്കെ. ഹലോ വനജ ടീച്ചറെ, ഇതേ ഞാൻ ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞ പോലെ വിളിച്ച് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ ടീച്ചർ ഉടനെ പറയുക അതിന് എനിക്കെന്തോ വേണം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഏറ്റവും ജനപ്രിയ ടീം പത്തനംതിട്ട. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ അവാർഡ്സിന്റെ കൂടെ സ്കിറ്റിന്റെ പ്രൈസ് എന്താ? 3 ലക്ഷം രൂപ വരുന്ന ഡയമണ്ട് പഞ്ചാണ്. ഒരു ടീം കൂടെ ഉള്ളൂ സ്കിറ്റ് അവതരിപ്പിക്കാൻ. ബാക്കി 3 ടീമും വന്നു, അവരടിച്ചു പൊളിച്ചു. 4ാമത്തെ ടീമിനെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം മനു കുമ്പാരി, ശ്രീജു, സൂര്യശ്രീ, കൊച്ചു പ്രദീപ്, അനീഷ് റാണി, പിന്നെ ശ്യാം കടക്കാവറാടിക്കൈ. മണിക്കച്ചന്റെ പാട്ട്, ചന്തം മുറിഞ്ഞൊരു പാട്ട്, മുല്ലവള്ളി ചായുറങ്ങാൻ, മുല്ലവള്ളിയിൽ ചായുറങ്ങാൻ, തേൻമണമുള്ളൊരു കൂട്ട്. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയായിട്ട് കണ്ടവന്റെ കൊച്ചിനെ ഉറക്കാനാണ് എന്റെ വിധി. പറഞ്ഞിട്ട് കാര്യമില്ല. 40-40 വയസ്സായി, ജാതകത്തിൽ ചൊവ്വാദോഷം. ഇപ്പോഴെങ്കിലും ഒരു കൊച്ചുള്ള പെണ്ണിനെങ്കിലും എനിക്ക് കിട്ടിയാൽ നന്നായി. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മുരടിച്ചു പോയേനെ. ഈ പറഞ്ഞ പെണ്ണ് ഇവിടെ പോയി. കൂട്ടിമുട്ടിയ കണ്ണ് ചൊല്ലണ കൂട്ട് നിന്റെ ചൂട്, എങ്ങനെ തുടങ്ങണമെന്നൊരു
എന്താ മിണ്ടാത്തത്? നാണവാ. ഇന്നെന്റെ കല്യാണമായിരുന്നു. എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. അയ്യോ, ഇന്ന് നമ്മുടെ കല്യാണമായിരുന്നു. ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഒരു കുഞ്ഞുള്ള എന്നെ കല്യാണം കഴിച്ചപ്പോ ചേട്ടന് വിഷമമുണ്ടോ? എന്തോന്ന് വിഷമം? ഞാൻ എന്റെ നാട്ടിലെ ക്ലബിലെ എല്ലാ മത്സരത്തിനും പങ്കെടുക്കാറുണ്ട്. അവരെനിക്ക് ട്രോഫി തരാറുമുണ്ട്. ഇത് മത്സരത്തിന് പങ്കെടുക്കുന്നുമ്പേ എനിക്കൊരു ട്രോഫി കിട്ടി, അത്രേ ഉള്ളൂ. ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞു. കുഞ്ഞിന്റെ കാര്യമൊക്കെ നമുക്ക് വഴിയേ ശരിയാക്കാം. എന്റെ മോള് വേറെ എന്തെങ്കിലും പറ. കിടന്നു മുള്ളിയോ? അയ്യോ, ചേട്ടനല്ല, കുഞ്ഞ് കിടന്നു മുള്ളിയായിരുന്നോന്ന്. ഞാനാണ് കുറച്ചു മുമ്പ് ഡയപ്പറൊക്കെ മാറ്റിയതായിരുന്നേ. കുഴപ്പമില്ല, അവ എന്റെ കയ്യിരുന്ന് ഉറങ്ങി. അവനെ ഞാൻ അവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. പിന്നെ സംസാരിച്ചിരുന്ന സമയം പോവും. രേഷ്മേ, കൊച്ചിനെ സുത്തി ഇവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ അറിഞ്ഞു. മക്കളെ മക്കള് കരയല്ലേ? അമ്മ പോയി പാലെടുത്തിട്ട് വരാവേ. പാലെടുത്തിട്ട് നോക്കണേ, ഞാനിപ്പൊ പാലെടുത്തോണ്ട് വരാം. ഹലോ എടാ, ഹലോ, നിന്റെ അച്ഛൻ പോയല്ലേടാ? അച്ഛൻ പോയാ? പിന്നെ ആംബുലൻസ് വന്നു. ആംബുലൻസ് വന്നുള്ള പുല്ല എന്റെ എന്റെ മക്കൾ കരയല്ലേ? കരയല്ലേ? മക്കൾക്ക് എന്ത് വേണമെങ്കിലും ഈ പുതിയ അച്ഛൻ വാങ്ങിച്ചു തരും. മക്കൾക്ക് എന്ത് വേണം? എനിക്ക് മുറുക്ക് വേണം. ആ എണ്ണ പലഹാരം ഉണ്ടാക്കുന്ന അണ്ണാച്ചിയല്ല, നിന്റെ അമ്മച്ചെ കെട്ടിയ അച്ഛനാണ്. മക്കളെ കിടന്ന് കരയല്ലേ? മക്കള് അമ്മ കൊണ്ടുവരുന്ന പാലൊക്കെ കുടിച്ചിട്ട് അപ്പൂപ്പന്റെ അമ്മുമ്മേരെ അടുത്ത് പോയി കിടക്കണം. എനിക്കിവിടെ കീറാതെ മക്കളെ കരയില്ല. എന്റെ പാലും കൊടുത്തിട്ട് അതെ. എപ്പോ ഉറങ്ങും? ഇപ്പൊ ഉണർന്ന സ്ഥിതിക്ക് രാത്രിയിൽ എന്തായാലും ഉറങ്ങത്തില്ല. ഇവൻ സാധാരണ പകല് മാത്രമേ ഉറങ്ങാറുള്ളൂ. തല തിരിഞ്ഞ ചെറുക്കൈ. അതെ, ഇവനെ ഉറക്കാൻ വേറെ എന്തേലും ഒരു വഴിയുണ്ടോ? വേറെ എന്തോന്ന് വഴിയെന്ന് വെച്ചാൽ എന്റെ സഹോദരിയുടെ കുഞ്ഞ് കിടന്ന് കരയുമ്പോ ഞാൻ അവന് കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവൻ എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുത്ത് അവൻ കിടന്ന് ഉറങ്ങൂ. ഒന്ന് പറഞ്ഞു നോക്ക് മക്കളെ. പുതിയ അച്ഛൻ ഒരു കഥ പറഞ്ഞു തരട്ടെ. ശരി പുത്തനച്ഛ. മക്കളെ, പണ്ട് ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഏകദേശം എത്ര വയസ്സ് കാണുമായിരിക്കും? എടി, ഒരു കള്ളക്കഥ പറയുമ്പോ അതിന്റെ ഇടയിൽ വന്ന് കിടന്ന് എത്ര വയസ്സ്? കള്ളക്കഥയായിരുന്നു. അല്ലടി, ഞാൻ ജിത്തു ജോസഫിന് എഴുതി കൊടുത്ത കഥ. നായകൻ. നിനക്ക് എന്തൊക്കെ അറിയണം? കൊച്ചിനെ എങ്ങനെ ഉറക്കാൻ നോക്കുമ്പോ അതിന്റെ ഇടയിൽ. മക്കളെ പണ്ട് ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ ഉറക്കാൻ കിടത്തിയ അത് ഉറങ്ങേയില്ല. അതന്നെ ഉറങ്ങാത്ത ക്രിമിയടി. അതിന് ക്രിമിയടി. ശരിക്കും പറഞ്ഞാൽ കാലേവാരി നിലത്തടിക്കേണ്ട കേസാണ്. പിന്നെ ഒരു ശുഭമംഗളം നടന്ന വീടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. മക്കൾ അങ്ങനെ ആവരുത്. മക്കൾ ഒരു കാര്യം ചെയ്യും. മക്കൾ അച്ഛൻ പറയുന്ന കഥയും കേട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ ഉറങ്ങാതെ കിടന്ന കൊച്ചിന്റെ അടുത്ത് ഭൂതം വന്ന്. ഭൂതം എന്ന് പറഞ്ഞാൽ ഒരു നീല ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണൊക്കെ തള്ളി പല്ലൊക്കെ തള്ളി ഒരു സാധനം, അതാണ് ഭൂതം. അതുകൊണ്ട് മക്കൾ ഉറങ്ങാതെ കിടന്നാൽ ഭൂതം വരും. ഭൂതം വരും. അമ്മ ഭൂതം വരുമോ? എനിക്ക് ഭൂതത്തിനെ കാണണം. എനിക്ക് ഭൂതത്തിനെ ഈ പാതിരാത്രി നിങ്ങളോട് ആര് പറഞ്ഞു കൊച്ചിനോട് ഭൂതത്തിന്റെ കഥയൊക്കെ പറയാൻ? മക്കളെ ഇനി പറയട്ടെ. പാട്ട് പാടിയ കിടന്ന് ഉറങ്ങോടിയവൻ. മക്കള് വാ, മക്കൾ ഇനി വാ. അയ്യോ എന്റെ ബാബ ഇനി വാ, ഉറങ്ങിക്കോ. ഉണ്ണി വാവാവോ, ഭൂതം വാവാവോ. അങ്ങനെ എന്റെ മക്കളല്ലേ ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്നത്. എന്റെ മക്കൾ എന്റെ ഉണ്ണിയല്ലേ. അപ്പൊ ഉണ്ണി ബാബാവോ എന്നല്ലേ അച്ഛന് പാടാൻ പറ്റൂ. ഭൂതം ബാബ, ഭൂതം ബാബാവോ, ഉണ്ണി ബാബാവോ, പൊന്നുണ്ണി വാവാവോ. വന്നില്ല, വരുമ്പോ വിളിക്കാം. നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. വരുമ്പോ വിളിക്കാടാ, കേടാ. നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. കൊച്ചിനെ ഉറക്കാൻ കിടന്ന അച്ഛനാ. ചേട്ടാ, പിന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്നറിയാമോ? മടി കിടക്കുന്ന കൊച്ചിനെ തറയിലേക്ക് കിടത്താൻ ഒരു ടാസ്ക് ഇല്ലേ? പുറത്തുനിന്ന് നോക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷെ ഇതുപോലെ നശിച്ചൊരു ജോലി വേറെ ഇല്ല. 2 ആപ്പിൾ ഇങ്ങട്. ഒന്നിൽ നിൽക്കുമെന്ന് തോന്നല്ല. ഐസന്റെ കൂട്ടം കിടക്കും പോലെ കിടക്കുന്ന കിടപ്പ് വേണ്ട. ഇനി വാ. എന്റെ പൊന്നേ മക്കളെ, അടുത്തത് ഞാനാടാ വല്യച്ഛനാടാ. എന്താ വല്യച്ഛ?
എടാ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയണോടാ. അവിടെ നിന്ന് കറങ്ങാതെ ഇങ്ങോട്ട് വാ, കൊച്ചു കിടന്നുറങ്ങുന്നെന്ന്. സമയത്ത് ഇങ്ങോട്ട് വരുന്നത് മോശമാണെന്ന് അറിയാം, വരേണ്ടി വന്നു. അറിയാം, എന്നിട്ടും അറിഞ്ഞു വെച്ചോണ്ടാണ് വന്നത്. എടി, ഇതാണ് ഈ കുടുംബത്തിലെ ഒരേ ഒരു വല്യച്ഛൻ. വഴിയെ പരിചയപ്പെടാം. ഇപ്പൊ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കൊണ്ട് കാഴ്ചയൊക്കെ ഉണ്ടോ? ഇപ്പം ചെറിയൊരു മങ്ങലിപ്പുണ്ട് മോനെ, എന്നാലും കുഴപ്പമില്ല. വല്യച്ഛന് ഒരുപാട് കേസ് കെട്ടുകളൊക്കെ ഉണ്ട്. എന്താ അങ്ങനെ ചോദിച്ചത്? പ്രതിക്കൂട്ട് കയ്യിലിരിക്കുന്നു. പ്രതിക്കൂടല്ലടി, ഇത് വല്യച്ഛന്റെ വാക്കറാണ്. ഇതും പിടിച്ചോണ്ട് നടക്കുന്ന വല്യച്ഛൻ ബാലൻസ് ആയിട്ട് നടന്നു പോകുന്നത്. പിന്നെ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടുകുടുംബമാണ്. 150 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്. പക്ഷെ അവസാനത്തെ വാക്കെന്ന് പറഞ്ഞാൽ വല്യച്ഛന്റെ വാക്കാ. അതേത് വാക്ക്? എനിക്കൊന്നിനും വയ്യേ എന്നുള്ള ഈ ഒരു വാക്ക്. മക്കളെ, നിന്റെ സദ്യയൊക്കെ ഞാൻ കഴിച്ചു. എന്റെ പൊന്നെ, എന്റെ വയറിന് ഭയങ്കര അസ്വസ്ഥത പൊന്നു മോനെ. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ബാത്റൂം പുറത്തല്ലേ, അവിടെ പൊക്കൂടെ? എന്റെ മോനെ, അത് ഇന്ത്യൻ ക്ലോസറ്റ് അല്ലേ മോനെ. എന്റെ മുട്ടിന് വേദന, എനിക്ക് അവിടെ ഇരിക്കാൻ നോക്കത്തില്ല. ഇവിടെ ആകുമ്പോ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടല്ലോ. കല്യാണം പ്രമാണിച്ച് ഞാൻ ഇന്നലെ വെച്ച യൂറോപ്യൻ ക്ലോസറ്റാ. അതിന്റെ സിമന്റ് പോലും ഉണങ്ങിയിട്ടില്ല. അതിനു മുമ്പേ ഉദ്ഘാടനം ചെയ്യാൻ അങ്ങോട്ട് പോണോ? എന്റെ മോനെ ഒന്ന് പറഞ്ഞു കൊടുക്കും. വല്യച്ഛനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? പാവം പൊയ്ക്കോട്ടെ, വയ്യാത്തോണ്ടല്ലേ. പാവം കുഴിനകത്തിന് പോയാൽ പോലും ഒരു ECG എടുത്തിട്ട് അങ്ങനെ തിരിച്ചു വരും. അത് ചിലപ്പോ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും, അതുകൊണ്ടാ. അയ്യോ, കാണാൻ കൊള്ളാന്നുള്ള സുന്ദരിമാരെ നഴ്സുമാരെ കാണുമ്പോൾ ഇങ്ങനെ ഒരു നെഞ്ചുവേദന വരും. എന്തിനാണെന്നറിയാമോ? ഷട്ട കൂരിട്ട് ബോഡിയൊക്കെ കാണിച്ച് കുറച്ച് നേരം ഇങ്ങനെ കിടക്കാം. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. എന്റെ ക്ലോസറ്റ് എന്തോ ഇളക്കിയെടുത്തോണ്ട് വന്നോണ്ടിരിക്കുന്നത്. എന്റെ വാക്കറല്ല, നിക്കറ്. കണ്ണും പുല്ലും കണ്ടുണ്ടെങ്കിൽ അടങ്ങി വന്ന് വീട്ടിനകത്തിരിക്കണം. അല്ല ക്ലോസറ്റ് എടുത്തോണ്ടല്ല വരേണ്ടത്. പോകാൻ ഇറങ്ങി പോകാൻ. അടുത്തത് തീരുമ്പോ നാട്ടിലുള്ള പട്ടി എല്ലാം വിളിച്ചോളത്തി. എടി, ഒരു സൈഡിൽ പട്ടി, വേറെ സൈഡിൽ കുട്ടി. എടി, ഒന്ന് മിണ്ടാതിരിക്കാൻ പറയടി. പട്ടികളെ നിർത്തത്തു. പട്ടിയുടെ അടുത്തല്ല, നിന്റെ കുട്ടിയുടെ അടുത്ത്. കരയാതെ മക്കൾ ഇവിടെ കയറി കിടക്കും. മക്കൾ കരയല്ലേ? അയ്യോ മക്കളെ, ഓ മോനെ, വേണ്ട ഒരാൾ നിന്നെ കാണാൻ വന്ന് നിൽക്കുന്നു. അടുത്താര്? ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിന്നെ കണ്ടിട്ടേ പോകത്തോളെന്നാ പറയുന്നത്. കല്യാണത്തിന് ഒരുത്തരം ഞാൻ കണ്ടില്ല. ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞപ്പോ എല്ലാം തള്ളിക്കൊണ്ട് ഇങ്ങോട്ടാണ് പറഞ്ഞത്. ആര് മാമാ അത്? അതാ അങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ പഴയ ഭർത്താവ്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഞാൻ കുഞ്ഞു കുഞ്ഞ്. അത് നിന്റെ അച്ഛനും അമ്മച്ചിക്കും, നീ എനിക്ക് മുതുക്ക്. ഈ കുഞ്ഞിനെ കണ്ട? ഈ കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞു കുഞ്ഞാണ് ഞാനെന്ന്. ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇവിടെ സഹിക്കാൻ വയ്യ. അപ്പോഴാണ് 2 കുഞ്ഞുള്ള വേറൊരു കുഞ്ഞു കുഞ്ഞ്. എന്തായാലും ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് പോകാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കുഞ്ഞിനെ കൊണ്ട് പോകുന്ന പോകാൻ അങ്ങനെ കുഞ്ഞിനെ തരാനൊന്നും പറ്റത്തില്ല. കുഞ്ഞ് എന്റെ കൂടെ ഒന്ന് എടീ, വിത്തിൻ 1 ഇയർ 10 മാസം അടിപൊളി ഒരു കുഞ്ഞിനെ ഞാൻ തരും. എനിക്ക് അങ്ങനെ വിശ്വസിക്കാം. അങ്ങനെ കൊടുത്തോളാനൊന്നും പറ്റത്തില്ല. ഡെലിവറി ബോയ്, എന്തായാലും ഞാനൊരു കാര്യം പറയുവാണ്. ഇവിടെ വന്ന സ്ഥിതിക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. പിന്നെ അതൊന്ന് കാണണമല്ലോ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത്. എന്താന്ന്? പിന്നെ എനിക്കൊന്ന് കാണണം. എന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പാപ്പവും ബിസ്ക്കറ്റും കളിപ്പാട്ടവും എല്ലാം കൊടുത്ത് വളർത്തിയ കുഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെ അടുത്തോട്ട് ഓടി വരും. അതുകൊണ്ടായിരിക്കും അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കാൻ നിൽക്കുന്നത്. ഞാൻ കാണാം അവൻ പറഞ്ഞ എന്റെ അടുത്തോട്ട്. കാണാ മക്കളെ, പൊന്നാച്ചി, പപ്പാച്ചി പൊന്നാച്ചി, പപ്പാട്ട് കിഞ്ചാച്ചി, പപ്പേട്ട് ചുഞ്ചാച്ചി, പപ്പേട്ട് 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 ചുഞ്ചാച്ചി. കണ്ടാ കണ്ടാ ചെറുക്കൻ എന്റെ അടുത്തോട്ട് വന്നത് കണ്ടാ? മക്കളെ, അമ്മയുടെ പൊന്നാച്ചി, അമ്മയുടെ മുത്താച്ചി, അമ്മയുടെ തക്കുടുവാച്ചി, നീ അമ്മയുടെ കുക്കുടുവാച്ചി. പോയില്ലടാ നീ. അച്ചേടെ പൊന്നാണ്, അച്ചേടെ മുത്താടേ, ചിങ്ങേരി പെണ്ണാണ്, ചിക്ലാച്ചി പെണ്ണാണ്, അച്ചേടെ പൊന്നാണ്, അച്ഛൻ പൊന്നാണ്, അച്ഛന്റെ കുഞ്ഞാണ്, പൊന്നാണ്. താങ്ക് യു കോറസ്. നോ, ലോറൻസ്. വല്യപ്പച്ച പൊന്നാണ്, വല്യപ്പച്ച മുത്താണ്, വല്യപ്പച്ച പഞ്ചായത്ത്,
എന്തോ കാണിക്കുവാ ഇവിടെ കിടന്ന് കണ്ണ് കണ്ടുകൂടാതെ? ഇത് അന്താശ്ശേരി കളിക്കുമല്ലോ. അന്താശ്ശേരി തേങ്ങൊന്നുമില്ല, ഇറങ്ങി പോ മനുഷ്യ അവിടെ. എന്നാ ശരി എന്റെ കൊച്ച്. അപ്പോ എന്റെ മോനെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുപോയിരിക്കും. കൊണ്ടുപോകാൻ പറ്റൂല, എനിക്ക് ജീവനുണ്ടെ കൊണ്ടുപോകണം. എന്നാ നിന്നെ ഒതുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഹലോ 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 ബിനു അണ്ണാ. അണ്ണാ എവിടെ അണ്ണാ? ആരുടെ നീ? അണ്ണാ ഞാൻ ലോറൻസ്. അണ്ണ ഒരിക്കൽ ഓടയിൽ അടിച്ച് സെറ്റ് ആയി കിടന്ന് മറ്റേ ബ്ലഡ് ഒക്കെ പോയപ്പോ ബ്ലഡ് എന്ന് രക്ഷിച്ച ഞാനാണ് ലോറൻസ്. അന്ന് അണ്ണൻ പറഞ്ഞ് എന്തെങ്കിലും ആവശ്യം വരുമ്പോ വിളിക്കണം, അന്ന് ഞാൻ ഓടി വരുമെന്ന്. അണ്ണാ ഇന്ന് എന്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആണ്, ഒരു ഹെൽപ്പ് വേണം. ഇതൊക്കെ ഞാൻ എന്റെ വീടിന്റെ ലൊക്കേഷൻ അയക്കാം, ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്, അണ്ണ ഒന്ന് ഇങ്ങോട്ട് പാ. ലൊക്കേഷൻ അയച്ചു കൊടുത്തോടാ. ബീനു അണ്ണ വന്നാ നീ തീർന്നടാ. എടാ നട്ടല്ലില്ലാത്തവനെ, എടാ ഒറ്റക്ക് നേരിടറാ. എന്തിനാണ് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നത്? നിനക്ക് നട്ടല്ലില്ല. നാളെ 10:30 മണിക്ക് നീ ഫ്രീ ആണോ? 8:53 ഞാൻ ഫ്രീ ആണ്. ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരണം. എവിടെ വരണം? മെഡിക്കൽ കോളേജ്. അവിടെ എന്താ? എക്സ്റേ എടുത്ത് കാണിച്ചു തരാം നട്ടല്. പിന്നെ വേറൊരു കാര്യം, എന്നിട്ട് നീ വിശ്വസിച്ചില്ലെങ്കിൽ എന്റെ ആറ്റൽ അമ്മച്ചിയാണ് അയ്യപ്പ സ്വാമി സത്യമായിട്ടും നിന്റെ അടുത്ത് ദൈവകോപം ഉണ്ടാവും. ഞാൻ മണ്ണ് വാരിയിട്ട് പ്രിയാവും. എവിടെ നിന്ന് കിട്ടി ഈ ഭക്തകുചേലനെ? കറക്റ്റായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. മോളെ നീ വന്ന് എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രി ആയതേ ഉള്ളു. നീ കൊച്ചിനെ വിളിച്ചോണ്ട് എന്റെ കൂടെ പോര്, നമുക്ക് വീട്ടിലോട്ട് പോവാം. പഴയ അച്ഛൻ പുതിയ റൂട്ട് വലിക്കണം. നിങ്ങളിവിടെ കേടാ. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇടപെടല്ലേ പ്ലീസ്. സോറി. എന്റെ ബിനോണം വന്നടാ. ഇനി എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ബിനോണ വാ. എന്താണ് വിഷയം? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടാ. ഒരു കാര്യത്തിന് അത്യാവശ്യം എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ സമയത്ത് വരണം. ഒരു ആവശ്യം ഒന്നും പറഞ്ഞില്ല നിങ്ങൾ വിളിച്ച. നിങ്ങൾ എന്താണ് സമയത്ത് വരാത്തത്? എടാ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ബ്ലോക്കാ? ചുമ്മാ നുണ പറയരുത്. ഈ പരിസരത്ത് എവിടെയാണ് ബ്ലോക്ക്? എടാ ഞാൻ പറഞ്ഞുതരാം. PK രാംദാസ് എന്ന വൻമരം വീണു. പിന്നെ അത് മുറിച്ചു മാറ്റില്ലടാ നമുക്ക് വഴിയുള്ളു. അങ്ങനെയല്ലെങ്കിൽ വരേണ്ടിയുള്ളത്. എനിക്ക് തോന്നി എന്തോ കാരണമുണ്ട്, അല്ലെങ്കിൽ അണ്ണൻ താമസിക്കൂല. ഇല്ല ഞാൻ എന്തായാലും കറക്റ്റ് നേരത്തെ വന്നതുകൊണ്ട് ഞാൻ ആ ബ്ലോക്കിൽ പെട്ടില്ല, രക്ഷപ്പെട്ടു. പിന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടോ? ഇന്ന് എന്റെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയാണ്. യവൻ കയറി വന്നിട്ട് പറയണേ അവന് കുഞ്ഞിനെ വേണോന്ന്. നീ എവിടെ ഉള്ളടാ? ആദ്യ രാത്രി അവന്റെ മുഖത്തേക്ക് കുഞ്ഞു വേണമെന്ന് പറഞ്ഞാ? എടാ അവൻ മനുഷ്യനാണ്, മാജിക്കാരനൊന്നുമല്ല. താനിത് എവിടുന്ന് വരുവാടോ? എടാ താ നിൽക്കുന്നത് കണ്ട, അതാണ് എന്റെ കുഞ്ഞ്. തന്നെടാ. ഓ പക്ഷെ അതിപ്പോ എന്റെ കുഞ്ഞാ. എടാ അവൻ പറയുന്നത് അവന്റെ കുഞ്ഞാണ്, നീ പറയുന്നത് നിന്റെ കുഞ്ഞാണെന്ന്. ഇത് ആരുടെ കുഞ്ഞാണ്ടായത്? സത്യത്തിൽ അത് എന്റെ കുഞ്ഞാ. ഞാൻ പോണു. എവിടെ പോണു? ഇല്ലെങ്കിൽ നീയൊക്കെ പറയും ഇത് എന്റെ കുഞ്ഞാണെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കി തരാം. അതായത് ഈ കുഞ്ഞിനെ കണ്ട, ഈ കുഞ്ഞിന്റെ അച്ഛനാണ് ഞാൻ. അതെ, എന്റെ മോനാണ് ഈ കുഞ്ഞ്. ഇവന്റെ അമ്മയാണ് അവള്. ഓക്കെ, അവളുടെ ഭർത്താവാണ് ഇത്. എടുത്തോൻ പോയി. ഇതെന്താടാ ഇത്? ഞാൻ പറഞ്ഞുതരാം. ഇതെന്റെ ഭാര്യ, ഇത് അവളെ കുഞ്ഞ്, ഇത് അവളെ എല്ലാം വായിച്ചു കള. ഞാൻ കറക്റ്റായിട്ട് പറയാം. അതായത് ഞാൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു. ഞാൻ നേരെ ഒരു കല്യാണം കഴിച്ചു. അപ്പോഴത്തേക്കും ഇവളും ഞാനും ഒന്നായി. മനസ്സിലായോ? ഒന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ദാണ്ടെ ഒരു കുഞ്ഞുണ്ടായി. ഈ സമയത്ത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചകട. ഈ സമയത്ത് അവള് എന്നെ വിട്ടിട്ട് അങ്ങ് പോയി. പുറകെ അവനും പോയി, ഞാനും എങ്ങോട്ടോ പോയി. ഞാൻ കയറി ഇവിടെ അങ്ങോട്ടി. അതാണ് സംഭവം. സംഭവം കറക്റ്റ് കാര്യം നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതെ, ഇത് രണ്ടും നീ ഇങ്ങനെ പോയി. ഓക്കെ എടാ ഞാനേ ചോദിക്കട്ടെ, അപ്പൊ നിന്റെ ആദ്യ ഭാര്യ എവിടെയാ? ആദ്യ ഭാര്യ തേങ്ങയാണ് ഈ പറയുന്നത്. നീയാണ് വിളിച്ചു വരുത്തിയത്. എന്താണ് തറയുന്നില്ലടാ? ഞാൻ തറയില്ല. നിനക്ക് ഇത്രയും നാൾ ഈ പെണ്ണിനെയും കൊച്ചിനെയും വേണ്ടത് ഇപ്പൊ എന്തിനാ വന്നത്? എന്ത് വന്നടാ? ഞാൻ വരും. എന്ത് സത്യം പറയടാ? സത്യം പറയടാ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛനെ വിളിച്ചു വരുത്തിട്ട് കൊച്ചിനെ കൊണ്ട് തല്ലിക്കുന്നടാ. അമ്മേ, എന്റെ ഭർത്താവിനെ എന്റെ ആദ്യ ഭാര്യനെ തല്ലാൻ നോക്കുന്ന വൃത്തികെട്ടൻ. സോറി, ഞാനല്ലേ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ അവനെ കൊണ്ടുപോകുന്നില്ല പോരെ. പക്ഷെ വേറൊരു കാര്യം, 2 ദിവസത്തേക്ക് ഇവർ രണ്ടുപേരും എന്റെ വീട്ടിലോട്ടൊന്ന് വിടണം. ഇത്രയും നാൾ നിനക്ക് കൊച്ചിനെ മാത്രം മതിയായിരുന്നു, ഇപ്പൊ നിനക്ക് ഭാര്യ വേണോടാ? അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ലോൺ കൊടുക്കുന്ന പുതിയൊരു ഓഫീസ് തുടങ്ങി. അപ്പൊ അവിടുന്ന് എനിക്ക് 5 ലക്ഷം രൂപയുടെ ലോൺ പാസ്സായിട്ടിരിക്കുവാണ്. അതുകൊണ്ട് അവര് പറഞ്ഞു കുടുംബം ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ.
ഇപ്പൊ എനിക്ക് കുടുംബം ഇല്ലല്ലോ. അതുകൊണ്ട് 2 ദിവസം അവരോട് ഒന്ന് നേരെ ഒപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപയുടെ ലോൺ അങ്ങ് പാസ്സാവും. ലോൺ അങ്ങ് പാസ്സാവും. അതെ. എടാ, ഭാര്യമാരെ ലോൺ എടുക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാക്കുന്ന നിനക്കിരിക്കട്ടെ ഇത്. ആഹാ. കാണാം. എന്റെ കൊച്ചിനെ കൊണ്ടേ ഞാൻ പോത്തുള്ളൂ. ഒരു കാര്യത്തിൽ താങ്ക്സ്. എന്റെ അണ്ണ ഉള്ളതുകൊണ്ടാണ് അവനിട്ട് എനിക്ക് 2 എണ്ണം കൊടുക്കാൻ പറ്റിയത്. അതാണ് മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കി കല്ലിനുണ്ടാ സൗരഭ്യം. കുറച്ചുമ്പോ മുല്ലപ്പൂമ്പൊടി ഇവിടെ കിടക്കണം ഞാൻ കണ്ടു. അത് വിട്. പിന്നെ ഒരുപാട് താങ്ക്സ്. അണ്ണ പോയിക്കോ. അവ രണ്ടുപേരും ശാന്തി സമാധാനോട് ജീവിക്കും. ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ മോനെ, എന്റെ പൊന്നു. വലിയൊരു പ്രശ്നം എന്തോ വന്ന് അത് ചെറുതായിട്ട് അങ്ങ് പോയി. ഇനി അതിനെ പറ്റി ആലോചിക്കണ്ട. ഇവനെ എങ്ങനെയെങ്കിലും കിടത്തി ഉറക്കാം. എടാ, എനിക്ക് പോവാൻ പറ്റൂടാ. നേരത്തെ ഇവിടുന്ന് പോയില്ലേ, അവന്റെ വണ്ടിയുടെ 2 ടയറും കുത്തിക്കിട്ടാണ് പോയാ. ഇനി എനിക്ക് വണ്ടിയില്ല, നേരം വെളുത്തല്ലേ വണ്ടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ ഇവിടെ കൂടാ. ഇവിടെ കൂടെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന്. എടാ, നിന്നെ സഹായിക്കാൻ വന്നില്ലടാ. ഞാൻ തന്നെ പുറത്ത് പോയി കൊതികളി കൊള്ളുന്നത്. ഒരുത്തനെ ഒഴിവാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. ഇനി എവനെ ഒഴിവാക്കാൻ ഞാൻ എന്തോ ചെയ്യും? അച്ഛാ, എന്ത് ഉറങ്ങാണ്ടിരുന്ന ഭൂതം വരൂ പറഞ്ഞിട്ട് ഭൂതം വന്ന എവിടെ? അച്ഛൻ വിളിച്ചു വരുത്തിയ ഭൂതമാണ് മക്കളെ ഈ നിൽക്കുന്നത്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സിലേക്ക് പോവാണ്. ബഹുമുഖ പ്രതിഭ. ആരാണ് ജ്യോതിഷ് ചേട്ടാ? The award for the best multifaceted talent, ബഹുമുഖ പ്രതിഭ, പോൾസൺ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ മൾട്ടി ഫേസറ്റഡ് ടാലന്റ് പോൾസൺ ചേട്ടൻ റിസീവിംഗ് ദ മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് ഫ്രം ജഗദീഷ് ചേട്ടൻ ആൻഡ് ഉർവശി. താങ്ക് യു പോൾ ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ കൗണ്ടർ രാജ. വാവ്, ഓക്കേ. ആരാണ് കൗണ്ടർ രാജ? ജ്യോതിഷ് ചേട്ടാ. സെൽവരാജ് കിളിമാനൂർ ആൻഡ് കൊച്ചു പ്രദീപ്. സെൽവേട്ടന് പനി കാരണം വരാൻ പറ്റിയിട്ടില്ല. പ്രദീപേട്ടാ, സെൽവരാജിന് പകരം പ്രദീപേട്ടന് ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതായിരിക്കും. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ നമ്മൾ വിഷു ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വിഷു ആഘോഷം തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇന്നൊരു വിഷു കൈനീട്ടം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ കണ്ടസ്റ്റൻസിന് പ്രത്യേകിച്ച് ആ കൈനീട്ടം വിഷു ബമ്പറായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തായിരുന്നു. ഐറ്റം വേറെയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക 3 ലക്ഷം രൂപയുടെ ഡയമണ്ട് പഞ്ച്. 3 ലക്ഷം രൂപയുടെ ഡയമണ്ട് പഞ്ച്. ഈ ഡയമണ്ട് പഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും 6 പേരുള്ള 4 ടീമുകളായിട്ട് തിരിഞ്ഞത്. 4 സ്കിറ്റുകളും എങ്ങനെയുണ്ടായിരുന്നു ജഗദീഷ് ചേട്ടാ? ഞങ്ങളുടെ ജഡ്ജസിൻ്റെ എല്ലാവരുടെയും ഏക അഭിപ്രായമാണ് നല്ല മത്സരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിധി നിർണയം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു, വളരെ പ്രയാസം ഏറിയതായിരുന്നു, ദുഷ്കരമായിരുന്നു. ഞങ്ങളെല്ലാവരും ഏക അഭിപ്രായത്തിലാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. പ്ലീസ് ഗിവ് ദം എ ബിഗ് ഹാൻഡ്. I'd like to call upon all the performers. എല്ലാ ടീം മെമ്പേഴ്സിനോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഈ റിസൾട്ട് എന്തായിരുന്നാലും അത് ഏതെങ്കിലും ഒരു ടീമിനെ തരം താഴ്ത്തുന്ന ആ ലെവലിലുള്ള പ്രഖ്യാപനമല്ല. എല്ലാവരുടെയും പെർഫോമൻസ് മികച്ചതായിരുന്നു. പിന്നെ അല്പം മികച്ചത് ഏത്, ദ ബെസ്റ്റ് ഏതാണെന്നുള്ള ആ സെലക്ഷനിൽ 2 ടീമിനെ സംതിങ് ആ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ അവർ അല്പം താഴെ പോയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന 2 ടീമുമായിട്ടാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 ടീം എന്ന് പറയുന്നത് മനോജ് വലഞ്ചുഴി ടീം ഒരു ടീം. മുന്നിട്ട് നിൽക്കുന്ന 2 ടീമുകളിൽ ഒന്ന് മനോജ് വലഞ്ചുഴിയുടെ ടീമാണ്. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ. ഇതില് ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണോ അതോ മനോജ് വലഞ്ചുഴിയുടെ ടീമാണോ ഫൈനൽ വിന്നർ? ഈ 3 ലക്ഷം ആരാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലും നമ്മളൊരു സത്യസന്ധമായ, ആത്മാർത്ഥമായ, ഏകകണ്ഠമായ തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് റിസൾട്ട് എന്തായിരുന്നാലും നിങ്ങളുടെ സ്പിരിറ്റ് എന്താണ്, ഒരു കോമ്പറ്റീഷൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് ഓരോ ടീമിൻ്റെയും ലീഡേഴ്സ് പറയും. മനോജ് വലഞ്ചുഴി പ്ലീസ്, പറയാനുള്ളത് എന്താണ്? ഭയങ്കര സന്തോഷമായിട്ട് സാറേ ഇവിടെ അവതരിപ്പിച്ചതിൽ. ചിരിപ്പിക്കാൻ ശ്രമിച്ചു, അത് നന്നായി പോയെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇവിടെ ആർക്ക് സമ്മാനം കിട്ടിയാലും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടാണ് ആ സമ്മാനം കിട്ടുന്നത്. അടിപൊളി.
ഓക്കെ, കുട്ടികളെ റെപ്രസെന്റ് ചെയ്ത് ദേവി ലക്ഷ്മി സംസാരിക്കും. 2 വാക്ക് എന്താണ് പറയാനുള്ളത്? മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് പ്രതീക്ഷ? ഫൈനലിൽ വിന്നർ ആകുമോ? ആയാൽ എന്താണ് പറയാനുള്ളത്? ആയില്ലെങ്കിൽ, ഒരുപക്ഷെ ആയില്ലെങ്കിൽ എങ്ങനെയാണ് അത് എടുക്കുക? ഇതെല്ലാം ദേവി ലക്ഷ്മി പറയണം, പ്ലീസ്. ഇതിലും ഭേദം പരീക്ഷയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ ചെയ്തപ്പോ. ഇപ്പൊ കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ആർക്ക് കൊടുത്താൽ നമുക്ക്. മനോജിന്റെ ടീമിനാണ് കിട്ടുന്നതെങ്കിൽ ദേവി ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷം. ഇനി ഒരുപക്ഷെ നിങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിൽ മനോജ് വലഞ്ചുഴിയുടെ ടീമിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല. അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ വീണ്ടും അടുത്ത തവണ അവർക്ക് കിട്ടട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അപ്പൊ നല്ല മനസ്സുള്ള കുട്ടികളാണ് തീർച്ചയായിട്ടും. എന്നാൽ ഫൈനൽ റിസൾട്ട് നേരത്തെ ആയി കഴിഞ്ഞു. ഈ വാചകത്തിലൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു, ഏകകണ്ഠമായി ജഡ്ജസ് തീരുമാനിച്ചു കഴിഞ്ഞ വിഷയമാണ്. ആൻഡ് ദ പ്രൈസ് goes to പ്രകടനത്തിന്റെ മികവ് കൊണ്ട് മാത്രം the award goes to തേങ്ങ ഉടക്കി സാമി. and the award goes to and the award goes to the little superstar. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ വിഷു ആഘോഷം, വിഷു ബമ്പർ ഏറ്റവും ഉയർന്ന തുകയായ 3 ലക്ഷം രൂപയുടെ ഡയമണ്ട് പഞ്ച് ഗോസ് ടു പിള്ളേര് തൂക്കി. ഈ വർഷത്തെ വിഷു പിള്ളേര് കൊണ്ടുപോയി. ഈ വർഷത്തെ ഐറ്റം വേറെ വിഷു കൊച്ചു പിള്ളേര് തൂക്കി ലിറ്റിൽ സൂപ്പർ സ്റ്റാർ. അപ്പൊ കുട്ടികൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നെയാണ്. ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. സന്തോഷമുണ്ട്. ആദ്യമായിട്ട് അർജുനങ്ങളിൽ നന്ദിയുണ്ട്, പിന്നെ ഗ്രൂമേഴ്സിന് നന്ദിയുണ്ട്, പിന്നെ ഇതുവരെ എത്തിച്ച പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്, ജഡ്ജസിന് നന്ദിയുണ്ട്. എനിക്ക് സ്കിറ്റ് ചെയ്യാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് സ്കിറ്റ് ചെയ്യാൻ തന്നെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഗ്രൂമേഴ്സ് അനന്തൻ ചേട്ടൻ, ശശാങ്കനങ്ങൾ, രാജേഷ് അങ്കിൾ, ഇവർക്ക് 3 പേരും കട്ട സപ്പോർട്ടായിരുന്നു. പിന്നെ അർജുനങ്ങളിന് വലിയൊരു താങ്ക് യു. പിന്നെ ദൈവത്തിനും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും അടിപൊളിയേനു. പിന്നെ എൻ്റെ അമ്മേനോടാണ് കൂടുതൽ നന്ദി പറയാനുള്ളത്. അമ്മേനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഏടിയായാലും എന്ത് വന്നാലും കൊണ്ടുപോലും ചെയ്യും. എൻ്റെ അമ്മേനോട് ഒരുപാട് നന്ദി, അച്ഛനോട് ഒരുപാട് നന്ദി. ഗ്രൂമേഴ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് കുറച്ചും കൂടി അഭിനയം മനസ്സിലാക്കി ഇവിടെ സ്കിറ്റ് ചെയ്യാൻ സാധിച്ചത്. പിന്നെ ജഡ്ജസിനോട് എല്ലാവരോടും നന്ദി. പിന്നെ എൻ്റെ അച്ഛനാണ് ഇവിടെ വരെ എത്തിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സഹായിച്ചത്. അപ്പോൾ എല്ലാവരോടും നന്ദി, ഒരുപാട് സന്തോഷം. നല്ല സന്തോഷമുണ്ട്. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പിന്നെ ഗ്രൂമേഴ്സ് അനന്തൻ ചേട്ടൻ, ശശാങ്കനങ്ങൾ, രാശങ്ങൾ, അവർ കാരണമാണ് ഇത് എത്തിയത്. എല്ലാവരും കിട്ടത്തില്ലായിരുന്നു. ഞങ്ങൾ കാരണമല്ല, ഗ്രൂമേഴ്സ് കൂടെ അതിൻ്റെ പങ്കുണ്ട്. അത്ര പറയാനുള്ളൂ. സന്തോഷം. അമ്മയും അച്ഛനൊക്കെ പറയാറുണ്ട് പാർട്ടിസിപ്പേഷൻ ഇസ് എ ബിഗസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് കരുതിയാണ് ഫസ്റ്റ് സ്കിറ്റ് കളിക്കാനായിട്ട് വന്നത് ഇന്ന്. ഇവിടെ കുട്ടികൾക്ക് ഈ സമ്മാനം കിട്ടിയതിനെ കുറിച്ച് മനോജ് വലഞ്ചുഴി 2 വാക്ക് സംസാരിച്ചോളൂ പ്ലീസ്. ഭയങ്കര സന്തോഷമുണ്ട് സാറേ അവർക്ക് കിട്ടിയതിൽ. ഞങ്ങളുടെ വലിയ പ്രതീക്ഷയായിരുന്നു. ഞങ്ങൾക്ക് അറിയാം അവർക്കേ കിട്ടത്തുള്ളൂ. ഇവിടെ കട്ടക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ അവരെ ഞങ്ങൾക്ക് പേടിക്കണം. ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, പേരൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡയമണ്ട് പഞ്ച് ജോയിൻ ചെയ്യാം. രക്ഷകർത്താക്കൾക്ക് ഒരു വലിയ കൈയടി കൊടുക്കണം. കാരണം പല രക്ഷകർത്താക്കളും കുട്ടികളുടെ ഈ കലാപരമായിട്ടുള്ള വാസന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട താല്പര്യം കാണിക്കാറില്ല. അവർ പഠനം എന്ന കാര്യത്തിൽ മാത്രം മുഴുകി അത് കുട്ടികൾക്ക് വേറെ അവരുടെ മാനസികോല്ലാസത്തിനായി ഒരു കാര്യത്തിലും പ്രത്യേകം കോൺട്രിബ്യൂട്ട് ചെയ്യാറില്ല പല രക്ഷകർത്താക്കളും. അവിടെ ആ കാര്യത്തിൽ ഇവിടെ വേറിട്ട് നിൽക്കുകയാണ് രക്ഷകർത്താക്കൾ. ഞാൻ സൈന്ധവിൻ്റെ അച്ഛനാണ്. എനിക്ക് വളരെ സന്തോഷം. ആരാധ്യയുടെ അച്ഛനാണ്. ഇവരെങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ, ഓരോ വേദിയിൽ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ കുറെ ആൾക്കാർ പറയേണ്ടത് പിന്നെ ഇവനൊരു ജോലിക്കും പോകാതെ മോളെയും കൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങനെ നടക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഇവള് ക്ലാസ് മിസ്സാക്കാതെ പഠിച്ചിട്ട് ഇവിടെ വന്ന് പഠിച്ചിട്ട് ഇവള് നല്ല മാർക്കുമായിട്ടുണ്ട്.
എല്ലാത്തിനും എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അഭിമാനിക്കുന്നുണ്ട്. താങ്ക് യു. ആര്യയുടെ അമ്മയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനത്തെ ഇത് കിട്ടാനെല്ലാം ഉള്ള സന്തോഷമുണ്ട്. നമ്മൾ കണ്ണൂരാണ്. അനന്യയുടെ അമ്മയാണ്. ഇതൊരു ഗ്രൂപ്പിന്റെ വിജയമാണ്. ഇത് ഒരാളല്ലല്ലോ, ഈ ടീം കംപ്ലീറ്റ് നിൽക്കുന്നത് കൊണ്ടാണ് ഈ സക്സസ് ഉണ്ടാകുന്നത്. ആ മോളുടെ അമ്മ എന്ന് പറയാൻ ഇന്ന് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ഈ നിമിഷത്തിൽ. ഞാൻ ദേവിലക്ഷ്മിയുടെ അമ്മയാണ്. ദേവിലക്ഷ്മിയുടെ അമ്മ എന്ന് പറയാൻ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. ഐറ്റം വേറെയുള്ള എല്ലാ ടീം മെമ്പേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അനിരുദ്ധിൻ്റെ അമ്മയാണ്. ഇത്രയും വലിയ കലാകാരന്മാരെ അവതരിപ്പിക്കുന്ന ഒരു വേദിയിൽ മോൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും അനുഗ്രഹിക്കണം. സൈന്ധവിൻ്റെ അമ്മയാണ്. ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു വേദിയിൽ മോന് ഇത്രയും ഒരു ലെവലിൽ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇത് ഐറ്റം വേറെ കലാകാരന്മാരെ, മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ്. പ്രസാദ് കോവളം, സജീവ് പേയാട്, സജി മൂങ്ങോട്, ചിത്തൻ, മുഹമ്മദ് പ്രസാദ്, അജേഷ് റാന്നി ആൻഡ് റജി തിരുവല്ല. മലയാളം മിമിക്രി കലാരംഗത്തെ ഏറ്റവും മുതിർന്ന കലാകാരന്മാരാണ്. ഇവരുടെയൊക്കെ കോമഡി കണ്ടിട്ടാണ് നമ്മളൊക്കെ TV കണ്ടു തുടങ്ങിയത്, മിമിക്രി സ്കിറ്റ് കണ്ടു തുടങ്ങിയത്. ഐറ്റം വേറയിൽ പല പല സ്കിറ്റുകളിൽ പല പല ക്യാരക്ടേഴ്സിൽ ഇവരിപ്പോഴും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ ഇത് ഐറ്റം വേറയുടെ ഹൃദയം നിറഞ്ഞ ആദരം എല്ലാവർക്കും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് അവാർഡ്സിലേക്ക് നമുക്ക് ഇനി പോയാലോ? തീർച്ചയായിട്ടും. സ്പെഷ്യൽ ജൂറി മെൻഷൻ. ജൂറിയുടെ സ്പെഷ്യൽ മെൻഷൻ ആണ്, പ്രത്യേക പരാമർശം. ദ അവാർഡ് ഗോസ് ടു വിഷ്ണു പെൻഡുക്കര, പ്രജിത്ത് ആൻഡ് അനീഷ് റാന്നി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയ വിന്നേഴ്സ് ആണ് നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അതിലെല്ലാ സ്കിറ്റും നമ്മൾ നന്നായി അടിപൊളിയായി എല്ലാവരും ചിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവരെ ഒരു 3-4 ദിവസം ഗ്രൂം ചെയ്ത് ഈ സ്കിറ്റിന് വേണ്ടിയിട്ട് നമ്മളുടെ കുറച്ച് ഗ്രൂമേഴ്സ് അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ നട്ടല്ലായ നെടുന്തൂണായ എല്ലാ ഗ്രൂമേഴ്സിനെയും ഒരുപാട് സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് നല്ലൊരു കൈയടി. നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ബാക്ക് ബോണായി നിൽക്കുന്നവരാണ് ഇവർ. ഇവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാമായ ശശാങ്കേട്ടനും രാജേഷ് പാണാവലിയും 2 വാക്ക് സംസാരിക്കും. 2 വാക്ക് മാത്രം. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഇങ്ങനെ ഞങ്ങൾ നിർത്തിയത് ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ അർജുൻ സാറ്, ഫ്ലവേഴ്സിലെ മറ്റെല്ലാവരും, ഒരാളെയും വിട്ടുപോകുന്നില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ശശാങ്കണ്ണ. ഞങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രേക്ഷകർക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഇനിയും നല്ല നല്ല സ്കിറ്റുകൾ അല്ലേ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഗ്രൂമേഴ്സ് പാനൽ തരുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ജീവ താങ്ക് യു ശശാങ്കണ്ണ. നമ്മുടെ എല്ലാ ടീം പാനലും താങ്ക് യു. ഗ്രൂമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഞാനൊരു അവാർഡ് കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ്. ആൻഡ് ദി അവാർഡ് ഗോസ് ടു ഉർവശി. ഒരു നല്ല കൈയടി. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലെല്ലാം തന്നെ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഉർവശിക്ക് ഈ വേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു വലിയ റെക്കഗ്നീഷൻ കൊടുക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും വലിയ കൈയടി കൊടുക്കണം.
എന്നാ ജതിഷേട്ടാ, ഇത് നമ്മുടെ ഐറ്റം വേറെ ഒരു സ്നേഹം ഉറവിച്ച് ചേച്ചിക്ക്. കൺഗ്രാറ്റുലേഷൻ. പാൻ ഇന്ത്യ എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോ അത് ഓൾറെഡി അനുഭവിച്ചറിഞ്ഞ പാൻ ഇന്ത്യനായ നമ്മുടെ സ്വന്തം ഉറവിച്ച് ചേച്ചി. 220 എപ്പിസോഡുകൾ പൂർത്തിയാക്കി ജൈത്രയാത്ര തുടരുകയാണ്. ഇത് ഐറ്റം വേറെ. അപ്പോൾ ഇനിയും ഒരുപാട് രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ തന്നെ ഹൃദയത്തിലേറ്റിയ പ്രേക്ഷകർക്ക് കൂടുതൽ രസത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആവേശത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഇനിയും ഉഗ്രൻ എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഇത് ഐറ്റം വേറെ എൻറ്റയർ ടീമിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. താങ്ക് യു ജഗദീഷേട്ടാ. 2 വാക്ക് സംസാരിക്കുന്നതിനായി ഇന്നത്തെ അവാർഡ് ജേതാവായ ഉർവശിയെ ക്ഷണിക്കാം. സന്തോഷമായി കേട്ടോ, കുറേ സമയം പോയത് അറിഞ്ഞതേയില്ല. എടുത്തു പറയേണ്ട കാര്യം ഇവിടെ ആ കുട്ടികളുടെ പെർഫോമൻസ്. കാരണം എനിക്ക് എപ്പോഴും കണ്ണു നിറയും. കാരണം ഒരു കഴിവുമില്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ ഇവിടുത്തെ ഗ്രൂമേഴ്സിനെ സമ്മതിക്കണം. കാരണം ആ കുട്ടികളുടെ വാക്കുകളുടെ പരിമിതികളിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിച്ചല്ലോ, അതാണ് വലിയ കാര്യം. നിങ്ങൾ ഗ്രൂമേഴ്സിൻ്റെ പരിശ്രമം നന്നായിട്ട് അറിയുന്നുണ്ട്. ഈ പ്രോഗ്രാമിന് വീണ്ടും എല്ലാ വിജയാശംസകളും നേരുന്നു. ഒരുപാട് കഴിവുള്ളവർ ഈ വേദിയിൽ നിന്ന് വരും. നാളെ അവരിൽ ആരായിരിക്കും ഒരു ജഡ്ജസിൻ്റെ സീറ്റ് വന്നിരിക്കാമെന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനുള്ള അവസരം ഒരുക്കുന്ന ഗുരുക്കന്മാരെ മറക്കാതിരിക്കുക. എല്ലാവർക്കും വിഷു ആശംസകൾ. താങ്ക് യു ചേച്ചി. ചേട്ടാ, നമ്മളവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പെർഫോമൻസ് ആണ് ആ പിള്ളേർ കാഴ്ചവെച്ചത്. കാരണം അത് വമ്പന അവരുടെ അവതരണം, അത് ഒരിക്കലും നമുക്ക് താത്തി കെട്ടാനേ പറ്റില്ല. അവരാരോടാ മത്സരിച്ചെന്ന് അറിയാമോ? എത്രയോ 30-40 വർഷം മിമിക്രിയിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകൾ കൂടെയാണ്. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയാനായിട്ട്. വളരെ സന്തോഷം. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. കാരണം നമ്മൾ ഏത് വഴിക്ക് പോയാലും അവിടെ നിന്ന് റിഹേഴ്സൽ ചെയ്യുന്ന കാണാം. പഠിപ്പിച്ചത് അതേപടി ഒരു വാക്ക് പോലും തെറ്റാതെ അവരിവിടെ വന്ന് ചെയ്യും. അതിൽ മാർക്ക് എത്ര കിട്ടുക എന്നുള്ളതല്ല, പഠിപ്പിച്ചത് എന്താണ് അത് കറക്റ്റായിട്ട് ഇവിടെ വന്ന് ചെയ്യുക. സന്തോഷമായിട്ട്, മാർക്ക് കുറഞ്ഞാലും സന്തോഷം, മാർക്ക് കൂടിയാലും സന്തോഷം. അങ്ങനത്തെ കുട്ടികളാണ് അവർ. കുട്ടികൾ മാത്രമല്ല, എല്ലാ ടീമും കേട്ടോ. എല്ലാ ടീമും നമ്മുടെ ഈ ഷോയുടെ ഓരോരോ മാറ്റങ്ങളും ചേഞ്ചുകളും നമ്മൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് അശ്ലീല വാക്കുകളില്ല, പുതിയ കൗണ്ടറുകളാണ്, ഡബിൾ മീനിങ് കോമഡി ഇല്ല, പുതിയ കണ്ടന്റുകളാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെയൊക്കെ വിജയം നമ്മുടെ ഈ ഷോയ്ക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മാറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ജഗദീഷ് ഏട്ടൻ വരും. അത് തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പറയാറുള്ള, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മുടെ കുടുംബം ഇവിടെ തുടങ്ങി ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഒരു ഇവന്റിലാണ് ജഗദീഷ് ചേട്ടൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ ഇത് ജഗദീഷ് ചേട്ടൻ്റെ കുടുംബമായി. ഇന്നിപ്പം ജഗദീഷ് ചേട്ടൻ രണ്ടാമത് ഈ വേദിയിലേക്ക് വന്നപ്പോൾ നമ്മൾ വലിയ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിച്ച മഹത് വ്യക്തികളെ ഒരുമിച്ച് ആദ്യമായിട്ട് മിനി സ്ക്രീനിൽ കൊണ്ടുവരാനായിട്ട് ഐറ്റം വേറെക്ക് പറ്റി. അതിനൊരു വലിയ ക്രെഡിറ്റ് ടു ദി എൻറ്റയർ ടീം ഓഫ് ഐറ്റം വേറെ. ഇവരെല്ലാവരും കൂടി ചേർന്ന്, ആസിക്കയൊക്കെ കൂടി ചേർന്ന് നമ്മളുടെ വിഷു ആഘോഷം നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി. ഒരു വെടിച്ചിലെ വിഷയമായിരുന്നു. അതെ, 1,30,000 കിട്ടിക്കൊണ്ടിരുന്ന നമ്മളുടെ ഗോൾഡൻ പഞ്ച് നേടിക്കൊണ്ടിരുന്ന നമ്മുടെ കണ്ടസ്റ്റൻസ് ഇന്ന് ഡയമണ്ട് പഞ്ച് നേടി ഫോർ 3 lakhs rupees. അത് നമ്മുടെ സീരിയസിനെ നോക്കി നിൽക്കെ കുട്ടികൾ അടിച്ചോണ്ടും പോയി. അങ്ങനെ ആകെപ്പാടെ ടോട്ടാലിറ്റി എടുത്ത് നോക്കുമ്പോൾ ഈ വിഷു എന്റെ ലൈഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ് വിഷു ആയിരുന്നു. നിങ്ങളുടെ അങ്ങനെ ആയിരിക്കും നിങ്ങൾ ഡയമണ്ട് വിഷു. അപ്പോ കലാപരിപാടികൾ അവസാനിക്കുന്നില്ല. നിങ്ങളെ ചിരിപ്പിക്കാൻ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഒരുപാട് നല്ല സ്കിറ്റുകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ജഗദീഷ് ചേട്ടാ, ചേച്ചി, ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. ഞങ്ങളുടെ വിഷു ഇത്രയും കളറാക്കി തന്നതിന് നസീർക്ക ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ, മീനാക്ഷി ആൻഡ് ഏറ്റവും അതിനേക്കാളൊക്കെ ഇവർ ഞങ്ങളുടെ പാലക്കാട് നിന്ന് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഓഡിയൻസ്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു, ഇപ്രാവശ്യം രണ്ടാമതപ്പോൾ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ഫുൾ ക്രൂ മെമ്പേഴ്സ്, ഞങ്ങളുടെ ഗ്രൂമേഴ്സ്, എല്ലാവർക്കും ഹാപ്പി വിഷു. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ചിരികളുമായിട്ട് കാണാം. ഗുഡ് നൈറ്റ്.